ഇനി മുതൽ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വേഗം ഓരോ ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും ഇനി വരിക. നമുക്ക് വേഗം അതിൻ്റെ ഉള്ളിലെ കണ്ടന്റ് പറയും. അവസാനം നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള നിങ്ങൾക്ക് വേഗം കിട്ടാത്ത ടഫ് ചോദ്യങ്ങൾ നമ്മൾ വേഗം ഡിസ്കസ് ചെയ്യും. സിമ്പിൾ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. അത്യാവശ്യം ലെവലുള്ള ടഫ് ചോദ്യങ്ങൾ നമ്മൾ അവസാനം ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് വേഗം സമയം കളയാനില്ല. വേഗം എൻ്റെ ഒപ്പം ശ്രദ്ധിച്ചിരുന്നോ, റിവൈസ് ചെയ്യാൻ നോക്കിക്കോ. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ ഞാൻ പറയുന്നുണ്ട്. എൻ്റെ ഒപ്പം തന്നെ നിങ്ങളത് ഓർമ്മിച്ചെടുക്കാൻ നോക്കുക. പറ്റുമെങ്കിൽ NCERT എടുത്ത് അണ്ടർലൈൻ ചെയ്യുക. നല്ല പോലെ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ മക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ അഖിൽ സാർ. എന്നാൽ നമുക്ക് വേഗം പോവാം. ബോട്ടണിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ബയോളജി ക്ലാസിഫിക്കേഷൻ. ഒട്ടുമിക്ക നീറ്റിനും ഒരു ക്വസ്റ്റ്യനൊക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് വരാറുള്ളൂ. ചില നീറ്റിൽ റെയർ ആയിട്ട് 2 ക്വസ്റ്റ്യനൊക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സിമ്പിൾ ചാപ്റ്റർ ആണ്. വേഗം നമുക്ക് പോവാം. ബയോളജി ക്ലാസിഫിക്കേഷൻ ഇതൊരു ഹാൻഡ് റിട്ടൺ നോട്ടാണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ്. ഈ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, പഠിക്കാം. ബയോളജി ക്ലാസിഫിക്കേഷൻ വേഗം പറയാം. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഓർഗാനിസങ്ങളുടെ യൂസിന്റെ ബേസിലായിരുന്നു. ചില ഓർഗാനിസങ്ങളെ ഫുഡായിട്ട് യൂസ് ചെയ്യും, ചില ഓർഗാനിസങ്ങളെ മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യും. അങ്ങനെ എന്താണ് ആ ഓർഗാനിസം കൊണ്ടുള്ള യൂസ്, അതിന്റെ ബേസിലായിരുന്നു ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. അത് സയന്റിഫിക് ഒന്നുമല്ല, ചുമ്മാ മനുഷ്യന് തോന്നുന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് വെച്ചതാ. അത് സയന്റിഫിക് അല്ല. ആദ്യമായിട്ടുള്ള ഫസ്റ്റ് സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ ആരുടെ ആയിരുന്നു? അരിസ്റ്റോട്ടിന്റെ. അവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാ. ഫസ്റ്റ് സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ ആരുടെയാണ്? അരിസ്റ്റോട്ടിന്റെ ആണ്. അരിസ്റ്റോട്ടിൽ സകല ജീവികളെയും പ്ലാന്റ്സ് എന്ന് തിരിച്ചു, ആനിമൽസ് എന്ന് തിരിച്ചു. പ്ലാന്റ്സിനെ എങ്ങനെ തിരിക്കാം? ഹൈറ്റ് വെച്ച് ഹെർബ്, ഷർബ്, ട്രീ എന്ന് തിരിച്ചു. ആനിമൽസിനെ RBC ഉള്ള ചില ആനിമൽസ്, RBC ഇല്ലാത്ത ആനിമൽസ്, എനമ, അനമ എന്ന് തിരിച്ചു. നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് കാൾ ലിനേസിന്റെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. കിങ്ഡം പ്ലാന്റ്, സെൽവോൾ ഉള്ളവരൊക്കെ കിങ്ഡം പ്ലാന്റയിൽ, സെൽവോൾ ഇല്ലാത്തവർ കിങ്ഡം ആനിമേലിയ. ഇങ്ങനെ 2 കിങ്ഡം കൊണ്ടുവന്നതാണ് ലിനേസ് എന്ന് പറഞ്ഞാൽ. ഇത് അട്ടർ ഫ്ലോപ്പ് എന്ന് വേണേൽ പറയും. ഇതിനെ തന്നെയാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ തന്നെ വിളിക്കുക. ഇത് നല്ല പോരായ്മകളുള്ള ക്ലാസിഫിക്കേഷനാണ്. കാരണം എന്താ? അത് യൂക്യാരിയോട്ടിക് ഓർഗാനിസത്തെയും പ്രോക്യാരിയോട്ടിക് ഓർഗാനിസത്തെയും വേർതിരിച്ചില്ല. യൂക്യാരിയോട്ടിക് സെല്ലുള്ള ഓർഗാനിസമാണ് യൂക്യാരിയോട്ടിക് ഓർഗാനിസം, അല്ലെ യൂക്യാരിയോട്ട് എന്ന് വിളിക്കാം. പ്രോക്യാരിയോട്ടിക് സെല്ലുള്ള ഓർഗാനിസം ആണ് പ്രോക്യാരിയോട്ടിക് ഓർഗാനിസം, അല്ലെങ്കിൽ പ്രോക്യാരിയോട്ട് എന്ന് വിളിക്കാം. യൂക്യാരിയോട്ടിക് സെല്ലുള്ളതും പ്രോക്യാരിയോട്ടിക് സെല്ലുള്ളതും ഒരേ കിണ്ഡത്തിൽ വരാൻ പറ്റില്ല. ഒന്നെങ്കിൽ യൂക്യാരിയോട്ടിക് സെല്ലുള്ളവർ ഒരു കിണ്ഡം, പ്രോക്യാരിയോട്ടിക് സെല്ലുള്ളവർ വേറൊരു കിണ്ഡം. രണ്ടിനെയും പിടിച്ച് ഒരു കിണ്ഡത്തിലിട്ടു. നടക്കണ പരിപാടിയാണോ? അല്ല. അങ്ങനെ ചെയ്ത വ്യക്തിയാണ് ആര്? ലിനേസ്. യൂക്യാരിയോട്ടിക് സെല്ലുള്ളവരെയും പ്രോക്യാരിയോട്ടിക് സെല്ലുള്ളവരെയും ഒരേ കിണ്ഡത്തിലിട്ടു. നടക്കില്ല. യൂണിസെല്ലുലാർ ജീവനെയും മൾട്ടി സെല്ലുലാർ ജീവനെയും ഒരു കിണ്ഡത്തിലിട്ടു. നടക്കില്ല. ഓട്ടോട്രോഫിക്. എന്താ ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ? സ്വന്തമായി ഫുഡ് ഉണ്ടാക്കുന്നവർ. എന്താ ഹെട്രോട്രോഫിക് എന്ന് പറഞ്ഞാൽ? ഫുഡിന് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുന്നവർ. സ്വന്തമായി ഫുഡ് ഉണ്ടാക്കില്ല അവർ. സ്വന്തമായി ഫുഡ് ഉണ്ടാക്കുന്ന ഓട്ടോട്രോഫുകളെയും മറ്റുള്ളവരെ ആശ്രയിച്ച് ഫുഡ് നേടുന്ന ഹെട്രോട്രോഫുകളെയും ഒരു കിണ്ഡത്തിലിട്ടു. വ്യത്യസ്ത സ്വഭാവമാണെങ്കിൽ വ്യത്യസ്ത കിണ്ഡത്തിൽ വന്നേ പറ്റുള്ളൂ. പക്ഷെ ലിനേസിന് എന്താ പറ്റിയേ? വ്യത്യസ്ത സ്വഭാവമുള്ള ഒരുപാട് ആൾക്കാരെ പിടിച്ച് ഒരു കിണ്ഡത്തിലിട്ടു. അതായിരുന്നു അതിന്റെ പോരായ്മ. ലിനേസിന്റെ പോരായ്മകളൊക്കെ മാറ്റി നമ്മൾ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്തത് ഏതാ? 1969. ഡേറ്റ് ഓർത്ത് വെക്കണം, 1969. 1969 വന്ന RH വിറ്റാക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ആ 5 കിങ്ഡം ക്ലാസ് കിങ്ഡം മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, ആനിമേലിയ. അറിയാലോ, മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, ആനിമേലിയ. ഇതായിരുന്നു മൂപ്പര് കൊണ്ടുവന്ന 5 കിങ്ഡം. ഈ 5 കിങ്ഡത്തിന്റെ ക്രൈറ്റീരിയകൾ എന്തൊക്കെയായിരുന്നു? സെൽ സ്ട്രക്ചർ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ, ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഇതായിരുന്നു 5 എന്താ ക്രൈറ്റീരിയ, മാനദണ്ഡങ്ങൾ. എന്തൊക്കെയാ? CBMRP എന്ന് ഓർത്താൽ മതി. CBMRP എന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണിയുടെ MRP പൈസ. സെൽ സ്ട്രക്ചർ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ, ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. അതിനുശേഷം വന്നതാ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. കാൾ വൂസ് കൊണ്ടുവന്നതാ. അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന വേറൊരു പേരാ 3 ഡൊമൈൻ സിസ്റ്റം. 3 ഡൊമൈൻ സിസ്റ്റത്തില് ഡൊമൈൻ 1, ഡൊമൈനില് 3 ഡൊമൈൻ ഉണ്ട്, അല്ലെങ്കിൽ 6 കിങ്ഡം ഉണ്ട്. അതിൽ 6 കിങ്ഡങ്ങൾ ഏതാ? കിങ്ഡം RK, കിങ്ഡം യൂബാക്ടീരിയ, പിന്നെ കിങ്ഡം പ്രോട്ടിസ്റ്റ, പിന്നെ ഫഞ്ചൈ, പിന്നെ പ്ലാന്റ്, പിന്നെ ആനിമേലിയ. അങ്ങനെ 6 കിങ്ഡം കൊണ്ടുവന്നു. 6 കിങ്ഡത്തെ അവര് 3 ഡൊമൈൻ ആക്കി തിരിച്ചു. ഏതൊക്കെയാ? ഒന്നാമത്തെ ഡൊമൈൻ RK, പിന്നെ ഏതാ? യൂബാക്ടീരിയ രണ്ടാമത്തെ ഡൊമൈൻ, മൂന്നാമത്തത് യൂക്യാരിയ. ഇതാണ് മൂന്ന് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ.
6 കിങ്ഡം ഉണ്ട്. ഏതൊക്കെ കിങ്ഡം? 6 കിങ്ഡം. ഒന്ന് ആർക്കെ കിങ്ഡം, ആർക്കെ രണ്ടാമത്തെ, ആർക്കെ ബാക്ടീരിയ വേണം അങ്ങനെ വിളിക്കാം. ആർക്കെ ബാക്ടീരിയ ഒന്നാമത്തെ കിങ്ഡം. രണ്ടാമത്തെ ആണ് യു ബാക്ടീരിയ, രണ്ടാമത്തെ യു ബാക്ടീരിയ. മൂന്നാമത്തെ കിങ്ഡമാണ് കിങ്ഡം പ്രോട്ടിസ്റ്റ. നാലാമത്തതാണ് ഫഞ്ച്. അഞ്ചാമത്തെയാണ് പ്ലാന്റ്. ലാസ്റ്റ് ആണ് മക്കളെ ആനിമേലിയ. ഇങ്ങനെ 6 കിങ്ഡം കൊണ്ടുവന്നു. ഒന്നാമത്തെ കിങ്ഡം ആർക്കെ ബാക്ടീരിയ ആണല്ലോ. ഇതിനെ ഒരു ഡൊമൈനിലിട്ടു. ആ ഡൊമൈൻ്റെ പേരാണ് ആർക്കെ. ആർക്കെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് എന്നാണ് അർത്ഥം. രണ്ടാമത്തെ കിങ്ഡമാണ് യു ബാക്ടീരിയ. ഇതിനെ ഒരു ഡൊമൈനിലിട്ടു. അതിന്റെ പേരെന്താ? യു ബാക്ടീരിയ തന്നെ ഡൊമൈൻ്റെ പേര്. ബാക്കിയുള്ള 4 കിങ്ഡത്തെയും പിടിച്ച് ഒരു ഡൊമൈനിലിട്ടു. അതിന്റെ പേരാണ് യൂക്കാരിയ. എന്താ വിളിക്കുക? യൂക്കാരിയ. അപ്പൊ നോക്ക്, 3 ഡൊമൈൻ ഉണ്ട്. ആർക്കെ, യു ബാക്ടീരിയ, യൂക്കാരിയ. 6 കിങ്ഡത്തെയും പിടിച്ച് 3 ഡൊമൈൻ ആക്കി ഇട്ടു. അത് നോക്കി വെച്ചേക്കണേ മക്കളെ. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഓരോ കിങ്ഡത്തിൻ്റെയുമാണ്. കിങ്ഡം മൊണീറ പ്രോകാരിയോട്ടിക് സെല്ലുള്ളവരാ, പ്രോട്ടിസ്റ്റ യൂക്കാരിയോട്ടിക് സെല്ലുള്ളവരാ, ഫഞ്ച് യൂക്കാരിയോട്ടിക് സെല്ല, പ്ലാന്റ് യൂക്കാരിയോട്ടിക്. ഇത് വെച്ച് ഒരുപാട് ക്വസ്റ്റ്യൻ വരും കേട്ടോ. 5 കിങ്ഡത്തിൽ പ്രോകാരിയോട്ടിക് സെല്ലിൽ വെച്ചുണ്ടാക്കിയവർ എവിടെ മാത്രമേ കാണൂ? മൊണീറയിൽ മാത്രമേ കാണൂ. ബാക്കി 4 കിങ്ഡത്തിലുമുള്ള ജീവികൾ യൂക്കാരിയോട്ടിക് സെല്ല് വെച്ചുണ്ടാക്കിയവരാ. പ്രോകാരിയോട്ടിക് സെല്ല് വെച്ചുണ്ടാക്കിയവരാ മൊണീറ. അവരുടെ സെൽ വോൾ എന്ത് വെച്ചുണ്ടാക്കിയേക്കണേ? പോളിസാക്കറൈഡ് ആൻഡ് അമിനോ ആസിഡ്. കുറേ എക്സാമിന് കണ്ടിട്ടുണ്ട്. മൊണീറകളുടെ സെൽ വോൾ എന്ത് വെച്ച് ഉണ്ടാക്കിയേക്കുന്നത്? പോളിസാക്കറൈഡ് ആൻഡ് അമിനോ ആസിഡ്. പ്രോട്ടിസ്റ്റകളിൽ സെൽ വോൾ കുറച്ച് പേരിൽ മാത്രമേ കാണൂ. എല്ലാവരിലും ഒന്നും സെൽ വോൾ കാണില്ല. മൊണീറയിലെ എല്ലാവർക്കും സെൽ വോൾ എന്ന് പറയാൻ പറ്റില്ല. ഒട്ടുമിക്കർക്കും സെൽ വോൾ ഉണ്ട്. ഫംഗസിൽ ഒട്ടുമിക്കർക്കും സെൽ വോൾ ഉണ്ട്. പ്ലാന്റിൽ ഒട്ടുമിക്കർക്കും സെൽ വോൾ ഉണ്ട്. എന്നാൽ പ്രോട്ടിസ്റ്റയിലെ ഒട്ടുമിക്കവർക്കും സെൽ വോൾ ഇല്ല. കുറച്ച് പേർക്ക് മാത്രമേ സെൽ വോൾ ഉള്ളൂ. പ്രസന്റ് ഇൻ സം സെൽ വോൾ കുറച്ച് പേർക്കേ ഉള്ളൂ. സെൽ വോൾ ഒട്ടുമില്ലാത്തവരാരാ? ആനിമൽസ് ആണ്, ആബ്സെന്റ് ആണ്. ഫംഗസിന്റെ സെൽ വോൾ എന്ത് വെച്ച് ഉണ്ടാക്കിയേക്കുന്നത്? സെല്ലുലോസ് അല്ല. സെല്ലുലോസ് അല്ലാത്തൊരു സാധനം എന്താ? കൈറ്റിൻ ആൻഡ് പോളിസാക്കറൈഡ്. കൈറ്റിൻ ഓർത്ത് വെച്ചാൽ മതി. ഫംഗസിന്റെ സെൽ വോൾ കൈറ്റിൻ വെച്ച് ഉണ്ടാക്കിയേക്കുന്നത്. പ്ലാന്റ്സിന്റെ സെല്ലുലോസ് വെച്ചാണ് മക്കളെ ഉണ്ടാക്കിയേക്കുന്നത്. ന്യൂക്ലിയസ് ഉണ്ടോ? ഇവർക്കില്ല. ഇവർക്കൊക്കെ ഉണ്ട്. ആരാണോ പ്രോകാരിയോട്ടിക് സെൽ അവരിൽ ന്യൂക്ലിയസ് കാണില്ല. ആർക്കൊക്കെയാണ് യൂക്കാരിയോട്ടിക് സെൽ? അവരിലൊക്കെ എന്ത് കാണാം? ന്യൂക്ലിയസ് കാണാം മക്കളെ. അടുത്തത് മൊണീറ എന്താ? സെല്ലുലാർ. സെല്ലുലാർ എന്ന് പറഞ്ഞാൽ യൂണി സെല്ലുലാറാ. ഒറ്റ സെല്ല് വെച്ച് ഉണ്ടാക്കിയവരാണ് മൊണീറയിലുള്ളവർ. ബാക്ടീരിയ മൊണീറയിലുള്ളതാ, ഒറ്റ സെല്ല് വെച്ച് ഉണ്ടാക്കിയതാ. മൈക്കോപ്ലാസ്മ മൊണീറയിലുള്ളതാ, ഒറ്റ സെല്ല് വെച്ച് ഉണ്ടാക്കിയതാ. മൊണീറയിൽ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ഒരു സെല്ല് വെച്ച് ഉണ്ടാക്കിയവരാ. പ്രോട്ടിസ്റ്റയും സെല്ലുലാറാ. സെല്ലുലാർ എന്ന് പറഞ്ഞാൽ എന്താ? അവരൊക്കെ എന്ത് വെച്ച് ഉണ്ടാക്കിയേക്കുന്നത്? എന്ത് വെച്ച് ഉണ്ടാക്കിയേക്കുന്നത്? ഒറ്റ സെൽ വെച്ച യൂണി സെല്ലാറാ. ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത് ഇവിടുത്തെ വേറൊരു പരിപാടിയാണ്. നോക്കി, ഫംഗസ് മൾട്ടി സെല്ലാറാ. ഫംഗസിലെ പലരും മൾട്ടി സെല്ലാറാ. ഒരു ഫംഗസ് മാത്രം യൂണി സെല്ലാറാ. അതാരാ? ഈസ്റ്റ്. ഈസ്റ്റ് മാത്രം എന്താ? യൂണി സെല്ലാർ. എല്ലാ ഫംഗസും മൾട്ടി സെല്ലാറാ. ഒരു ഫംഗസ് മാത്രം യൂണി സെല്ലാറ മക്കളെ, ഈസ്റ്റ്. ഫംഗസിൽ തന്നെ സെല്ലുകൾ കൂടിച്ചേർന്ന് എന്തായിട്ട് കാണാം? ടിഷ്യൂ ആയിട്ട് കാണാം. പ്ലാന്റ്സിലോ ടിഷ്യൂ കാണാം. ടിഷ്യൂ അല്ലെങ്കിൽ എന്തായിട്ട് മാറും? ഓർഗനുകൾ കാണാം. ഇവിടെ ഫംഗസ് മൾട്ടി സെല്ലാറാണ്. ആ സെല്ലുകൾ ടിഷ്യൂ ആയിട്ട് കാണാം. ഓർഗൻ ഫംഗസ് കാണില്ല. പ്ലാന്റിൽ വരുമ്പോഴോ ടിഷ്യൂവും ഓർഗനും കാണാം. ആനിമൽസിൽ വരുമ്പോഴോ ടിഷ്യൂ ഉണ്ട്, ഓർഗൻ ഉണ്ട്, ഓർഗൻ സിസ്റ്റവും ഉണ്ട് മക്കളെ. ഇതാണ് അടുത്ത ചോദ്യം വരിക. ഫംഗസിൽ സെല്ല് കാണാം. സെല്ല് കൂടിച്ചേർന്ന് എന്ത് കാണാം? ടിഷ്യൂ കാണാം. ഇവിടെ എന്തില്ല? ഓർഗനുമില്ല, ഓർഗൻ സിസ്റ്റവും കാണാൻ പറ്റില്ല. നിങ്ങൾ പ്ലാന്റ് എടുത്താലോ അവിടെ ടിഷ്യൂ കാണാം. പ്ലാന്റ്സിൽ ടിഷ്യൂവും ഉണ്ട്, ഓർഗനും ഉണ്ട് മക്കളെ. അവിടെ എന്തില്ല? ഓർഗൻ സിസ്റ്റം ഇല്ല. ഓർഗൻ സിസ്റ്റം ഉള്ള ഒറ്റൊന്നേതാ? അത് നമ്മുടെ ആനിമൽസാ. ആനിമൽസിൽ മാത്രമേ ഓർഗൻ സിസ്റ്റം ഉള്ളൂ. ആനിമൽസിലേക്ക് വരുമ്പോഴോ ടിഷ്യൂ ഉണ്ട്, ഓർഗൻ ഉണ്ട്, ഓർഗൻ സിസ്റ്റം ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് വെച്ച് ക്വസ്റ്റ്യൻ വരും. നിങ്ങൾ ചുമ്മാതെ വിട്ട് കളയരുത്. ചുമ്മാതെ ഈ ബോക്സ് ചുമ്മാതെ വായിച്ച് കളയിൽ. ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യം വരും മക്കളെ. ഇതിൽ നിന്ന് വരുന്ന ഒന്നാമത്തെ ചോദ്യം, പ്രോകാരിയോട്ടിക് സെൽ എവിടെ? മൊണീറയില. സെൽ വോൾ കുറച്ച് പേര് മാത്രം കാണുന്നത് പ്രോട്ടിസ്റ്റയില. ഓർഗൻ സിസ്റ്റം എവിടെ? ആനിമേലിയയില മക്കളെ. അനിമേലിയയില. ഇത് നോക്ക്, മോഡ് ഓഫ് ന്യൂട്രീഷൻ. എങ്ങനെ ഫുഡ് കഴിക്കും? ചിലർ സ്വന്തമായിട്ട് ഉണ്ടാക്കും, അവരാണ് ഓട്ടോട്രോഫിക്. ബാക്കിയുള്ളവരെ ആശ്രയിച്ചാലോ എട്ടോട്രോഫിക് എന്നാ വിളിക്കുക. നോക്ക്, മൊണീറകളിൽ ചിലരാരാ ഓട്ടോട്രോഫിക്ക, ചിലരാരാ എട്ടോട്രോഫിക്ക. കൂടുതലും എട്ടോട്രോഫിക്ക. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വന്തമായി ഫുഡ് ഉണ്ടാക്കുന്നവരുണ്ട്. എട്ടോട്രോഫിക് എന്ന് പറഞ്ഞാലോ ഫുഡിന് വേണ്ടി ബാക്കിയുള്ളവരെ ആശ്രയിക്കും, സ്വന്തമായി ഫുഡ് ഉണ്ടാക്കില്ല. മൊണീറയിലെ കൂടുതൽ പേരും എട്ടോട്രോഫിക്ക. കുറച്ചു പേര് മാത്രമേ
ഓട്ടോട്രോഫിക് ഉള്ളൂ. രണ്ടുമുണ്ട്, പക്ഷെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. പ്രോട്ടിസ്റ്റയിലോ ഓട്ടോട്രോഫിക്കുമുണ്ട് എട്ടോട്രോഫിക്കുമുണ്ട് മക്കളെ. ഫംഗസുകളോ എല്ലാവരും എട്ടോട്രോഫിക്ക. ആർക്കും സ്വന്തമായി ഫുഡ് ഉണ്ടാക്കാൻ കഴിവില്ല, എല്ലാവരും എട്ടോട്രോഫിക്ക. പ്ലാന്റ്സിലോ എല്ലാവരും സ്വന്തമായി ഫുഡ് ഉണ്ടാക്കുന്നവരാ, ഓട്ടോട്രോഫിക്ക. ആനിമൽസിലോ എല്ലാവരും എട്ടോട്രോഫിക്ക, സ്വന്തമായി ഫുഡ് ഉണ്ടാക്കുന്നവരല്ല, ബാക്കിയുള്ളവരെ ആശ്രയിക്കും. ഈ ബോക്സിൽ നിന്ന് ഒരുപാട് ചോദ്യം വരും, നോക്കി വെച്ചേക്കണം മക്കളെ. ഓക്കെ, അടുത്ത നോക്ക്. കിങ്ഡം മൊണീറ. മൊണീറയിലെ മെയിൻ ആരാ? സോൾ എന്ന് പറഞ്ഞാൽ മെയിൻ ആള്. ഈ കിങ്ഡത്തിലെ മെയിൻ ആരാ മക്കളെ? ബാക്ടീരിയകളാണ്. ബാക്ടീരിയകൾ ആരാ? കോസ്മോപോളിറ്റൻ ആണ്. കോസ്മോപോളിറ്റൻ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയകൾ മണ്ണിൽ കാണും, വെള്ളത്തിൽ കാണും, വായുവിൽ കാണും, എല്ലായിടത്തും കാണും. എല്ലായിടത്തും കാണുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുക? കോസ്മോപോളിറ്റൻ എന്ന് വിളിക്കുക. ഈ മൊണീറയിലുള്ള ബാക്ടീരിയകൾ കോസ്മോപോളിറ്റനാ, ഫംഗസുകൾ കോസ്മോപോളിറ്റൻ, അവരെല്ലായിടത്തും കാണും. ഓക്കെ, അടുത്തെന്താ? എക്സ്ട്രീമോഫിലിക്ക. എക്സ്ട്രീമോഫിലിക്ക എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്ട്രീം കണ്ടീഷനിൽ ജീവിക്കും. നല്ല ചളിയുള്ളിടത്ത് ജീവിക്കും, നല്ല ആസിഡ് ഉള്ളിടത്ത് ജീവിക്കും, നല്ല ചൂടുള്ളിടത്ത് ജീവിക്കും, നല്ല നല്ല pH ഉള്ളിടത്ത് ജീവിക്കും, നല്ല ടെമ്പറേച്ചറിലൊക്കെ ജീവിക്കും. എക്സ്ട്രീം കണ്ടീഷൻ, ആർക്കും അങ്ങനെ ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷൻ, അതാണ് എക്സ്ട്രീം കണ്ടീഷൻ. എക്സ്ട്രീം കണ്ടീഷനിൽ ജീവിക്കുന്നുണ്ടോ നമ്മൾ എന്ത് വിളിക്കുക? എക്സ്ട്രീമോഫിലിക് എന്ന് വിളിക്കുക. സിമ്പിൾ സ്ട്രക്ചറാ, ഇവനെല്ലായിടത്തും കാണും, പക്ഷെ ഇവന്റെ സ്ട്രക്ചർ എന്താ? സിമ്പിൾ ആണ്. സ്ട്രക്ചർ സിമ്പിൾ ആണെങ്കിലും അവരുടെ സ്വഭാവം എന്താ? കോംപ്ലക്സാ. സാധാരണ ഒരു കുഞ്ഞി സാധനം, ഒറ്റ സെല്ലേ ഉള്ളൂ ബാക്ടീരിയക്ക്. മൊണീറയിലുള്ള ബാക്ടീരിയോ മൈക്കോപ്ലാസ്മയൊക്കെ ഒറ്റ സെല്ലേ ഉള്ളൂ, പക്ഷെയോ മനുഷ്യന്മാർക്ക് രോഗമുണ്ടാക്കാൻ പറ്റും, കുരങ്ങന്മാർക്ക് രോഗമുണ്ടാക്കാൻ പറ്റും, എല്ലായിടത്തും കാണും. കണ്ടോ, കുഞ്ഞി സാധനമാ, പക്ഷെ അവന്മാരുടെ സ്വഭാവമോ ഇടങ്ങേറ് സ്വഭാവമാ, വൃത്തികെട്ട സ്വഭാവമാ, കോംപ്ലക്സാ. സിമ്പിൾ സ്ട്രക്ചർ, കോംപ്ലക്സ് ബിഹേവിയർ. അതാരാ? മൊണീറകളെ കുറിച്ചാ, ബാക്ടീരിയകളെ കുറിച്ചാ പറയണത്. സിമ്പിൾ സ്ട്രക്ചർ, കോംപ്ലക്സ് ബിഹേവിയർ. 4 ഷേപ്പ് ഉണ്ട് ബാക്ടീരിയക്ക്. ബാക്ടീരിയന്റെ ഷേപ്പ് ഏതൊക്കെയാ മക്കളെ? കോമ ഷേപ്പ് ഉണ്ട്. ഏതൊക്കെയാ? കോമ ഷേപ്പ് ഉണ്ട്. അടുത്തെന്താ? കോമ ഷേപ്പ് ഉണ്ട്. അടുത്തെന്താ? റോഡ് ഷേപ്പ് ഉണ്ട്. അടുത്തയോ? സ്പൈറൽ ഷേപ്പ് ഉണ്ട്. അടുത്തയോ? വട്ടത്തിൽ കാണുന്നതിനാണ് കോക്കസ് എന്ന് വിളിക്കുക, കോക്കസ് ബാക്ടീരിയ. 4 ഷേപ്പ് ഉണ്ട് മക്കളെ, 4 ഷേപ്പ് ഉണ്ട്. ഇങ്ങനെ ഓർത്താൽ മതി. കോസ് ബാർ വിക്ക് സ്പൈ. കോസ് ബാർ വിക്ക് സ്പൈ. ഒന്നാമത്തെ ബാക്ടീരിയന്റെ പേരാണ് കോക്കസ് ബാക്ടീരിയ. കോക്കസ് ബാക്ടീരിയ എന്ന് വിളിക്കണമെങ്കിൽ അവരുടെ ഷേപ്പ് എന്തായിരിക്കണം? വട്ടത്തിലായിരിക്കണം, സ്പെരിക്കൽ ഷേപ്പ് ആയിരിക്കണം മക്കളെ. സ്പെരിക്കൽ ആണെങ്കിലാണ് കോക്കസ് എന്ന് വിളിക്കുക. രണ്ടാമത്തെ ബാക്ടീരിയന്റെ പേരാണ് ബാസിലസ് ബാക്ടീരിയ. അവരുടെ ഷേപ്പ് എന്താ മക്കളെ? റോഡ് ഷേപ്പ്. എങ്ങനെ? റോഡ് ഷേപ്പാ കാണാം, റോഡ് ഷേപ്പ് ബാക്ടീരിയകളാ. അടുത്ത ആ ബാക്ടീരിയന്റെ പേരാ വിബ്രിയോ ബാക്ടീരിയ എന്ന് വിളിക്കണമെങ്കിലോ അവർക്ക് കോമ ഷേപ്പ് ആയിരിക്കണം. അടുത്ത ബാക്ടീരിയന്റെ പേരാണ് സ്പൈറലം എന്ന് വിളിക്കണമെങ്കിലോ അവരുടെ ഷേപ്പ് എന്തായിരിക്കണം? സ്പൈറൽ ഷേപ്പ് ആയിരിക്കണം. ഇതാണ് ബാക്ടീരിയകൾ. ബാക്ടീരിയന്റെ ഷേപ്പ്, ആദ്യം പേര്, പിന്നെ ഷേപ്പ്. കോസ് ബാർ വിക്ക് സ്പൈ. അത് ഓർത്ത് വെച്ചേക്കണേ മക്കളെ. അടുത്ത ബാക്ടീരിയകള് കിങ്ഡം മൊണീറയിൽ 3 ആൾക്കാരാ. ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. ബാക്ടീരിയ രണ്ടാക്കാം, ആർക്കെ ബാക്ടീരിയ, യു ബാക്ടീരിയ. ആർക്കെ ബാക്ടീരിയ ആണ് കൊടൂര സാഹചര്യങ്ങൾ കാണാം. നമ്മൾ ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുമ്പോൾ എന്റെ ചുറ്റിനും കുറെ ബാക്ടീരിയകൾ ഉണ്ടല്ലോ. ഇവിടെ കാണുന്ന ബാക്ടീരിയൊക്കെ യു ബാക്ടീരിയകളാ, സിമ്പിളായി കാണുന്ന ബാക്ടീരിയകളാ. അവരെ തന്നെ വിളിക്കുന്ന വേറൊരു പേരാ ട്രൂ ബാക്ടീരിയകൾ. എന്നാൽ നല്ല ചൂട്, നല്ല തണുപ്പ്, നല്ല ഉപ്പുള്ളിടം, നല്ല ചളിയുള്ളിടം, അവിടെയൊക്കെ ജീവിക്കുന്നവരാരാ? ആർക്കെ ബാക്ടീരിയകളാ. സിമ്പിളായിട്ട് നമുക്ക് ചുറ്റും കാണുന്ന ട്രൂ ബാക്ടീരിയകളാണ് യു ബാക്ടീരിയകൾ. എന്നാൽ എക്സ്ട്രീം കണ്ടീഷൻ, മനുഷ്യന്മാരൊന്നും ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷൻ, അവിടെ ജീവിക്കുന്നവരാണ് ആർക്കെ ബാക്ടീരിയകൾ. ഓക്കെ, ആർക്കെ ബാക്ടീരിയകൾ എന്താ? എക്സ്ട്രീമോഫൈൽസ്, എക്സ്ട്രീം കണ്ടീഷൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതിനെ 3ആയി തിരിക്കാം. ആലോഫൈൽസ് എവിടെ കാണുക? സോൾട്ടി ഏരിയ, ഉപ്പുള്ളിടത്ത് ജീവിക്കുക. തെർമോ അസിഡോഫൈൽ എവിടെ കാണുക? ടെമ്പറേച്ചർ ഉള്ളിടത്ത്, ആസിഡ് ഉള്ളിടത്ത്, അവിടേക്കാണ് തെർമോസിഡോഫൈൽസ് കാണുക. മെഥനോജൻസ് എവിടെ കാണുക? മെഥനോജൻസ് മാർഷി ഏരിയ എന്ന് പറഞ്ഞാൽ ചതുപ്പ് നിലങ്ങൾ, ചളിയുള്ളിടം. അതേപോലെ എന്താ? ഗട്ട് ഓഫ് റൂമിനൻസ് എന്ന് പറഞ്ഞാൽ പശുക്കളുടെ ഗട്ട് വയറ്റിലും കാണും, ചളിയുള്ളിടത്ത് കാണും, വൃത്തികെട്ട കണ്ടീഷനിലും പശുക്കളുടെ വയറ്റിലുമൊക്കെ കാണുന്നവരാണ് ആര്? മെഥനോജൻസ്. ഉപ്പുള്ളിടത്ത് ആരാ? ആലോഫൈൽസ് കാണും സാർ. പിന്നെ ആരാ? ഡെർമോസിഡോഫൈൽസും കാണും. ഇതാണ് 3 ആർക്കെ ബാക്ടീരിയകൾ. ഇവർക്ക് യുണീക്ക് സെൽ വോൾ ഉണ്ട്. ഇവര് നല്ല കൊടൂര സാഹചര്യത്തിൽ കാണുന്നവരല്ലേ, അപ്പൊ ഇവരുടെ സെൽ വോൾ നല്ല കട്ടിയുള്ളതായിരിക്കണം, യുണീക്ക് സെൽ വോൾ ഉണ്ട്. ഇവരെങ്ങനെ റീപ്രൊഡക്ഷൻ നടത്തുക?
ഫേവറബിൾ കണ്ടീഷൻ, നല്ല കണ്ടീഷനിൽ അവർ ഫിഷൻ ചെയ്യും. അതായത് ഒരു ബാക്ടീരിയ മുറിഞ്ഞ് 2 ബാക്ടീരിയകളാവും, രണ്ടും 2 പുതിയ ബാക്ടീരിയകളായി മാറും. നല്ല കണ്ടീഷനിൽ അവർ മുറിഞ്ഞ് 2ആകും, ഫിഷൻ എന്നാ വിളിക്കുക. അൺഫേവറബിൾ, മോശം കണ്ടീഷനിൽ അവർ മുട്ടകൾ ഉണ്ടാക്കും. മുട്ട ഉണ്ടാക്കുന്നതിന് വിളിക്കുന്ന പേരാ സ്പോർ ഫോർമേഷൻ. ഇനി അവർ സെക്ച്വൽ റീപ്രൊഡക്ഷൻ കാണിക്കും. സെക്ച്വൽ റീപ്രൊഡക്ഷന്റെ പേരാണ് കോൺജുഗേഷൻ. ബാക്ടീരിയകൾ സെക്ച്വലും അസെക്ച്വലും കാണിക്കും. ഈ മുറിയുന്നതും മുട്ട ഉണ്ടാക്കുന്നതൊക്കെ അസെക്ച്വൽ റീപ്രൊഡക്ഷനാ. എന്നാൽ സെക്ച്വൽ റീപ്രൊഡക്ഷൻ നടത്തുന്നതിന് വിളിക്കുന്ന പേരാണ് കോൺജുഗേഷൻ. ബാക്ടീരിയന്റെ സെക്ച്വൽ റീപ്രൊഡക്ഷന്റെ പേരാണ് കോൺജുഗേഷൻ. മക്കളെ, മൈക്കോപ്ലാസ്മ ഏതാ? ലോകത്തിലെ ഏറ്റവും ചെറിയ ജീവികളാ. അവർക്ക് സെൽ വോൾ ഉണ്ടോ? ഇല്ല. അവർക്ക് ഓക്സിജൻ ഇല്ലെങ്കിലും ജീവിക്കും മക്കളെ. അവർ രോഗമുണ്ടാക്കും. പാത്തോജനിക് എന്ന് പറയാൻ രോഗമുണ്ടാക്കും. പ്ലാന്റ്സിലും ആനിമൽസിലും ഒക്കെ അവർ കയറിയാൽ അവർ രോഗമുണ്ടാക്കാൻ കഴിയുന്നവരാണ് മൈക്കോപ്ലാസ്മ. യു ബാക്ടീരിയകളാണ് നമുക്ക് ചുറ്റും കാണുക. എക്സ്ട്രീം കണ്ടീഷനിൽ കാണുന്നവരാരാ? ആർക്കെ? നമുക്ക് ചുറ്റും കാണുന്നവരാരാ? യു ബാക്ടീരിയകളാ മക്കളെ. യു ബാക്ടീരിയയില് ചില ആൾക്കാർ സ്വന്തമായി ഫുഡ് ഉണ്ടാക്കും. അതാണ് ഓട്ടോട്രോഫ്സ്. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ ചിലർ സ്വന്തമായി ഫുഡ് ഉണ്ടാക്കും. വേറെ ചിലരോ ബാക്കിയുള്ളവരെ ആശ്രയിച്ചാണ് ഫുഡ് കഴിക്കുക, സ്വന്തമായി ഫുഡ് ഉണ്ടാക്കില്ല. സ്വന്തമായി ഫുഡ് ഉണ്ടാക്കുന്ന യു ബാക്ടീരിയ 2ആയി തിരിക്കാം. ചിലര് ഫോട്ടോസിന്തറ്റിക്ക, ചിലര് ഫോട്ടോസിന്തസിസ് ചെയ്തിട്ടാ സ്വന്തമായി ഫുഡ് ഉണ്ടാക്കുക. ചിലരോ കീമോസിന്തറ്റിക്ക. കീമോസിന്തറ്റിക് പറഞ്ഞാൽ കെമിക്കൽസ് പൊട്ടിച്ചാണ് ഫുഡ് ഉണ്ടാക്കുക. സ്വന്തമായി ഫുഡ് ഉണ്ടാക്കുന്നവർ ഓട്ടോട്രോഫിക്, സ്വന്തമായി ഫുഡ് ഉണ്ടാക്കാത്തവർ എട്രോട്രോഫിക്. ഇത് രണ്ടും ആരുടെയാ? യു ബാക്ടീരിയയിൽ വരുന്നവരാണ്. ഓട്ടോട്രോഫിക്കില് സ്വന്തമായി ഫുഡ് ഉണ്ടാക്കുന്നവരാണല്ലോ. അവരിൽ ചിലര് ഫോട്ടോസിന്തസിസ് നടത്തിയിട്ടാ ഫുഡ് ഉണ്ടാക്കുക സ്വന്തമായിട്ട്. അതാണ് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയകൾ. ചിലര് കെമിക്കൽസിനെ പൊട്ടിച്ചിട്ടാണ് സ്വന്തമായി ഫുഡ് ഉണ്ടാക്കുക. കെമിക്കൽസിനെ പൊട്ടിച്ച് ഫുഡ് ഉണ്ടാക്കുന്നവരാരാ? കീമോസിന്തറ്റിക് ബാക്ടീരിയകൾ. ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയകൾ, കീമോസിന്തറ്റിക് ബാക്ടീരിയകൾ. ഇത് രണ്ടും എന്തിന് എക്സാമ്പിളാ? ഓട്ടോട്രോഫിക്കിന്റെ ടൈപ്പാണ്. ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന ബാക്ടീരിയക്ക് എക്സാമ്പിൾ ആണ് മക്കളെ ബ്ലൂ ഗ്രീൻ ആൽഗകൾ. ആരാ? ബ്ലൂ ഗ്രീൻ ആൽഗകൾ. ഈ ബ്ലൂ ഗ്രീൻ ആൽഗന്റെ വേറൊരു പേര് അറിയാമോ? ബ്ലൂ ഗ്രീൻ ആൽഗ വേറൊരു പേരാണ് സയാനോ ബാക്ടീരിയ. ബ്ലൂ ഗ്രീൻ ആൽഗിന്റെ വേറൊരു പേരെന്താ? സയാനോ ബാക്ടീരിയകൾ. ഈ സയാനോ ബാക്ടീരിയകൾ ആരാ? ബ്ലൂ ഗ്രീൻ ആൽഗിയ. അവർക്ക് എന്ത് കഴിവുണ്ട്? ഫോട്ടോസിന്തസിസ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കാൻ കഴിവുണ്ട്. അവരുടെ ഉള്ളിൽ ഫോട്ടോസിന്തസിസ് നടക്കാൻ കാരണം എന്താ? അവരുടെ ഉള്ളിൽ നിറച്ച് ക്ലോറോഫിൽ എ ഉണ്ട് മക്കളെ. ഇതാണ് ബ്ലൂ ഗ്രീൻ ആൽഗവർ. അവർ ഒറ്റയ്ക്ക് കാണും, അല്ലെങ്കിൽ അവരിങ്ങനെ കൂട്ടത്തോടെ കാണും. ഈ കൂട്ടത്തോടെ കാണുന്നതിൽ ആ കൂട്ടത്തോടെ കാണുമ്പം അവരെല്ലാം കവർ ചെയ്ത് ഒരു ഷീത്ത് ഉണ്ട്. ആ ഷീത്തിന്റെ പേരാണ് ജെലാറ്റിനസ് ഷീത്ത് അല്ലെങ്കിൽ മ്യൂസിലേജിനസ് ഷീത്ത് എന്നൊക്കെ വിളിക്കും. ഇവരിൽ ചില സെൽ അവരുടെ സ്പെഷ്യലാ. ഈ സ്പെഷ്യൽ സെല്ലിനെ വിളിക്കുന്ന പേരെന്താ? ഹെട്രോസിസ്റ്റ് എന്നാ വിളിക്കുക. ഈ സെല്ലിന്റെ പണി എന്താ? നൈട്രജനെ അബ്സോർബ് ചെയ്യുക. അറ്റ്മോസ്ഫിയറിൽ നിന്ന് അവർ എന്തിനെ അബ്സോർബ് ചെയ്യും? നൈട്രജനെ അബ്സോർബ് ചെയ്യും. അപ്പം ബ്ലൂ ഗ്രീൻ ആൽഗകൾ അല്ലെങ്കിൽ സയാനോ ബാക്ടീരിയകൾ എന്താ? കുറേ സെല്ലായിട്ട് ഒരുമിച്ച് കാണുമ്പോൾ അവരുടെ സെല്ലിനെ കവർ ചെയ്യുന്ന ഷീറ്റ് ഏതാ? ജെലാറ്റിനസ് ഷീത്താ. അവരുടെ ചില സെല്ല് നൈട്രജനെ വാങ്ങിക്കുന്നവരാ. നൈട്രജനെ ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നൈട്രജനെ സൂക്ഷിച്ചു വെക്കുന്നവരാ. അവരുടെ പേരാണ് എട്രോസിസ്. ആ സെല്ലുകളുടെ പേരാണ് എട്രോസിസ്. ഈ സയാനോ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പാണ് കേട്ടോ. ഒരു ബാക്ടീരിയന്റെ ഗ്രൂപ്പാ. ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന ബാക്ടീരിയന്റെ ഗ്രൂപ്പാ. ആ ഗ്രൂപ്പിൽ വരുന്ന 2 ബാക്ടീരിയകൾക്ക് എക്സാമ്പിൾ ആണ് അനബീന, നോസ്റ്റോക്ക്. അനബീന നോസ്റ്റോക്കും ഒക്കെ എന്താ? സയാനോ ബാക്ടീരിയന്റെ എക്സാമ്പിളാ. സയാനോ ബാക്ടീരിയ എന്താ? ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന ബാക്ടീരിയകളാ. അടുത്ത സ്വന്തമായി ഫുഡ് ഉണ്ടാക്കാത്തവരാരാ? എട്രോട്രോഫിക് ആൾക്കാരാ. അവരാണ് കൂടുതൽ. ഓട്ടോട്രോഫിക്കിനേക്കാൾ യു ബാക്ടീരിയയിൽ കൂടുതൽ ആരാ? എട്രോട്രോഫിക്കാ. അവരുടെ പണി എന്താ? മേക്ക് കേട്, തൈരുണ്ടാക്കും. ആന്റിബയോട്ടിക്സ് ഉണ്ടാക്കുന്നത് അവരിൽ നിന്നാ. നൈട്രജനെ സൂക്ഷിച്ചു വെക്കും അവര്. ചിലർ രോഗമുണ്ടാക്കും. അവരുണ്ടാക്കുന്ന രോഗങ്ങളാണ് മക്കളെ ഇത്. എട്രോട്രോഫിക് ബാക്ടീരിയകൾ സ്വന്തമായി ഫുഡ് ഉണ്ടാക്കില്ലല്ലോ. അവരുടെ പണി രോഗമുണ്ടാക്കല. അവരെന്തൊക്കെ രോഗം ഉണ്ടാക്കുക? TC2 2 വട്ടം TC തന്നോന്ന് ഓർത്താൽ മതി. കോളറ, ടൈഫോയിഡ്, കോളറ, സിട്രസ് കാങ്കർ, ടെറ്റനസ്. സിട്രസ് കാങ്കർ ആണ് പ്ലാന്റ്സിൽ ഉണ്ടാകുന്ന അസുഖം. ബാക്കി എല്ലാ ആനിമൽസിലും ഉണ്ടാകുന്നതാണ്. പ്ലാന്റ്സിൽ എട്രോട്രോഫിക് ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസുഖം ഏതാ? സിട്രസ് കാങ്കറാ മക്കളെ. സിട്രസ് കാങ്കർ. ഓക്കെ, അടുത്ത് നോക്ക്. പ്രോട്ടീസ എന്താ? ഒറ്റ സെല്ല് വെച്ചുള്ളവരാ? യൂണിസെല്ലാറാ? യൂക്കാരിയോട്ടിക് സെല്ലുള്ളവരാ? നോ ഡിഫൈൻഡ് ബൗണ്ടറി. ഒരു വ്യക്തമായ ബൗണ്ടറി ഒന്നും ഇല്ല. വ്യക്തമായ ബൗണ്ടറി ഇല്ല എന്ന് പറയാൻ കാരണം എന്താ അറിയാമോ? ഈ കിങ്ഡം പ്രോട്ടിസിലുള്ള ആൾക്കാർക്ക് മൊണീറയിലുള്ള ആൾക്കാരുടെ സ്വഭാവമുണ്ട്. അതേപോലെ ഫംഗസിലുള്ള ആൾക്കാരുടെ സ്വഭാവമുണ്ട്. അതേപോലെ പ്ലാന്റയിലുള്ള ആൾക്കാരുടെ സ്വഭാവമുണ്ട്. അതേപോലെ ആനിമേലിലുള്ള ആൾക്കാരുടെ സ്വഭാവമുണ്ട്. ഈ കിങ്ഡം ഒരിടത്ത് തന്നെ ഇരിക്കില്ല. ഈ കിങ്ഡത്തിലെ പല ആൾക്കാർക്കും വേറെ കിങ്ഡവുമായിട്ടും കണക്ഷൻ ഉണ്ട്. വേറെ കിങ്ഡത്തുള്ള ആൾക്കാരുടെ സ്വഭാവവും ഈ കിങ്ഡത്തുള്ള ആൾക്കാർ കാണിക്കും. അപ്പൊ ഇവന് വെൽ ഡിഫൈൻഡ് ബൗണ്ടറി ആണോ?
ആണോ? കൃത്യമായ ഒരു ബൗണ്ടറി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് വേറെ കിണ്ണത്തിലുള്ള ആൾക്കാരുടെ സ്വഭാവം കാണിക്കാറുണ്ട്. അപ്പം ഒരു കിണ്ണത്തിൽ അടച്ചിടാൻ പറ്റുമോ? ഇല്ല, വേറെ കിണ്ണത്തിന്റെ സ്വഭാവം കാണിക്കുന്നുണ്ട്. അപ്പൊ വെൽ ഡിഫൈൻഡ് ബൗണ്ടറി ഇല്ല, കൃത്യമായ ഒരു ബൗണ്ടറി ഇല്ല അവർക്ക്, കൃത്യമായ ഒരു ബൗണ്ടറി ഇല്ല. അവരെന്താ? പ്രൈമറിലി അക്വാട്ടിക്ക, കൂടുതൽ ആൾക്കാരും വെള്ളത്തിലാണ് കാണുക. ഓക്കെ, ഇവരാണ് മൊണീറയിനെയും മൾട്ടി സെല്ലുലാർ കിണ്ടത്തെയും കണക്ട് ചെയ്യുക. ആ കറക്റ്റാ? നോക്ക് സാർ, ഇത് കിണ്ടം മൊണീറ, ഇതാരാ? കിണ്ടം പ്രോട്ടിസ്റ്റ, ഇത് കിണ്ടം ഫഞ്ചെ, ഇത് കിണ്ടം പ്ലാന്റ്, ഇത് കിണ്ടം ആനിമേലിയ. ഇതെന്താ സാറേ? ഇതെന്താ? മൊണീറ എന്താ സാർ? യൂണിസെല്ലുലാറ, ഒറ്റ സെല്ല് വെച്ച് ഉണ്ടാക്കിയവരാണ് ഈ കിണ്ടത്തിൽ കാണുക. ബാക്കി 3 കിണ്ടത്തിലും ആരാ മക്കളെ കാണുക? മൾട്ടി സെല്ലാറ. ബാക്കി 3 കിണ്ടത്തിലുള്ളവരെന്താ? മൾട്ടി സെല്ലാറ, കുറെ സെൽ വെച്ചുണ്ടാക്കിയവരാ. ഇവരിൽ ഓർഗൻ കാണും, ടിഷ്യൂവും കാണും. ഇവരിൽ ഓർഗനും ടിഷ്യൂവും ഓർഗൻ സിസ്റ്റവും കൂടെ കാണും. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. മൾട്ടി സെല്ലാർ ആണ്. ഇവരിൽ ടിഷ്യൂ കാണും, ഇവരിൽ ടിഷ്യൂ ഓർഗൻ കാണും, ഇവരിൽ ടിഷ്യൂ ഓർഗൻ സിസ്റ്റവും കാണും. മൾട്ടി സെല്ലാർ പറഞ്ഞാൽ കുറേ സെല്ലുണ്ട്. ആ സെല്ലുകൾ ഇവിടെ ടിഷ്യൂ ആയിട്ട് കാണും, ഇവിടെ ടിഷ്യൂ ഓർഗൻ ആയിട്ട് കാണും. മൾട്ടി സെല്ലാർ കണ്ടീഷൻ. ഇവിടെ ടിഷ്യൂ ഓർഗൻ സിസ്റ്റം ആയിട്ട് കാണും. അപ്പൊ നോക്ക്, ഈ യൂണിസെല്ലുലാർ ആയിട്ടുള്ള മൊണീറേനെ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുന്നത് ആരാ? പ്രോട്ടിസ്റ്റ. മൊണീറ, പ്രോട്ടിസ്റ്റ, ഇങ്ങനെയല്ലേ പോവാ. അപ്പൊ യൂണിസെല്ലുലാർ ആയിട്ടുള്ള മൊണീറേനെ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഈ 3 പേരുമായിട്ട് കണക്ട് ചെയ്യുന്നത് ആരാ? പ്രോട്ടിസ്റ്റകളാ മക്കളെ, ഓർത്ത് വെക്കണം. ഓക്കെ ഓക്കെ, അടുത്ത് നോക്കണം. അടുത്ത് നോക്ക് മക്കളെ, പ്രോട്ടിസ്റ്റകളിലെ പ്രോട്ടിസ്റ്റയിലേക്ക് നോക്കുകയാണെങ്കിൽ നോക്ക്, ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് 5 ഗ്രൂപ്പ് ഉണ്ട്. ക്രൈസോഫൈസ്, ഡയനോഫ്ലജലേറ്റ് ഉണ്ട് മക്കളെ, യുഗ്ലിനോയിഡ്സ് ഉണ്ട്, സ്ലൈം മോൾഡുകൾ ഉണ്ട്, പ്രോട്ടോസോവൻ ഉണ്ട്. ഈ 5 ടൈപ്പ് ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. ഈ 5 ടൈപ്പിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേന് ആനിമൽ ക്യാരക്ടറാ കൂടുക. ഇവൻ പ്ലാന്റിന്റെ ക്യാരക്ടറാ, ഇവൻ പ്ലാന്റ് ക്യാരക്ടറാ. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴോ ആനിമൽസ് ക്യാരക്ടർ ആകും. ഈ ആദ്യത്തെ 3 പേർക്ക് പ്ലാന്റ്സിന്റെ ക്യാരക്ടറാ, ഫോട്ടോസിന്തസിസ് ചെയ്യും, സെൽ വോൾ കാണും. ഇവരോ ഫോട്ടോസിന്തസിസ് ചെയ്യില്ല, സെൽ വോൾ കാണില്ല. ഈ 3 പേർക്ക് പ്ലാന്റ് ക്യാരക്ടർ ആണെങ്കിൽ ഈ 2 പേർക്ക് ആനിമൽ ക്യാരക്ടറാ. ഓക്കെ, ക്രൈസോഫൈസ് എവിടെ കാണുക? ഫ്രഷ് വാട്ടറിലും മറൈനും. ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞാൽ തോട്ടിലെ വെള്ളം, പുഴയിലേക്ക് വെള്ളം, മറൈൻ എന്ന് പറഞ്ഞാൽ കടൽ വെള്ളം. ഫ്രഷ് വാട്ടറിലും മറൈനിലും കാണും ക്രൈസോഫൈസ്. മറൈനിലാണ് മെയിൻ ആയിട്ട് ഡൈനോഫ്ലജലേറ്റ് കാണുക, ഫ്രഷ് വാട്ടറിലാണ് മെയിൻ ആയിട്ട് യുഗ്ലിനോയിഡ്സ് കാണുക. സ്ലൈമൗഡ് എന്താ? സാപ്രോഫൈറ്റിക്ക എന്ന് പറഞ്ഞാൽ എന്താ? ഡെഡ് ചത്ത സാധനങ്ങൾ തിന്നുന്ന ആൾക്കാർ, ചത്തതിനെ തിന്നുന്നവരാണ് സാപ്രോഫൈറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇവരെന്താ? എട്രോട്രോഫിക് ആണ്, സ്വന്തമായി ഫുഡ് ഉണ്ടാക്കിയില്ല. എടാ, ആനിമൽസിനെ പോലെയല്ലേ ഇവര്. ആനിമൽസിന്റെ പ്രത്യേകത എന്താ? സ്വന്തമായി ഫുഡ് ഉണ്ടാക്കില്ല. അപ്പൊ എന്താ? എട്രോട്രോഫിക്ക. സെൽവോൾ ഉണ്ടോ? സെൽവോളും ഇല്ല. ഈ 2 പേരുടെ പണി എന്താ? സ്വന്തമായി ഫുഡും ഉണ്ടാക്കില്ല, എന്നാലോ സെൽവോളും ഇല്ല. ഓക്കെ, ഇവർക്ക് സെൽവോൾ എന്താ? സെൽവോൾ ഉണ്ട്. ഇവരുടെ സെൽവോളിൽ എന്തിന്റെ ഡെപ്പോസിഷൻ കാണാം? സിലിക്ക ഉള്ളതുകൊണ്ട് തന്നെ ഇവരുടെ സെൽവോൾ ഭയങ്കര കട്ടിയുള്ളതാ. ആ സെൽവോൾ വെച്ച് നമ്മൾ പോളിഷിങ്, ഫിൽട്രേഷൻ ഒക്കെ നടത്തും. ആ സെൽവോൾ കടലിൽ അടിഞ്ഞുകൂടുന്നതിനെ ഡയറ്റമേഷ്യസ് എർത്ത് വിളിക്കുക. ഇവരുടെ സെൽവോൾ കട്ടിയുള്ളതാ, സ്റ്റിഫ. എന്ത് വെച്ചുണ്ടാക്കിയതാ? സെല്ലുലോസ് വെച്ചുണ്ടാക്കിയതാ. ക്രൈസോഫൈസിന്റെ സെൽവോൾ സിലിക്ക് വെച്ചാണെങ്കിൽ ഡയനോഫ്ലജലേറ്റിന്റെ സെൽവോൾ കട്ടിയുണ്ട്, പക്ഷെ സെല്ലുലോസ് വെച്ചുണ്ടാക്കിയതാണ്. ഇവർക്ക് സെൽവോൾ ഇല്ല കേട്ടോ. യുഗ്ലിനോയിഡ്സിന് സെൽവോൾ ഇല്ല, പകരം അവർക്കൊരു പ്രോട്ടീന്റെ കവറിങ് ഉണ്ട്. ആ പ്രോട്ടീൻ കവറിങ്ങിന്റെ പേരാണ് പെല്ലിക്കിൾ. ഇവർക്കും സെൽവോൾ ഇല്ല. സെൽവോൾ ഇല്ലാത്തതിന് പകരം എന്തുണ്ട്? പ്രോട്ടീന്റെ കവറിങ് ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആനിമൽസിന്റെ ക്യാരക്ടർ വരികയല്ലേ, അപ്പൊ ഇവിടെ സെൽവോൾ ഉണ്ട്, ഇവിടുന്ന് പതുക്കെ സെൽവോൾ ഇല്ലാതായി തുടങ്ങി. ഓക്കെ, അടുത്ത് നോക്കും മക്കളെ. ഇവനും ഫോട്ടോസിന്തറ്റിക്ക, ഇവന് രണ്ടിനെ നടുക്ക് നിൽക്കുന്ന ആളാ. ഞാൻ പറഞ്ഞ ആദ്യം ഒന്ന് മാറ്റി പറയണം. ഇത് രണ്ടും കംപ്ലീറ്റ് പ്ലാന്റ്സിനെ പോലാ, ഇത് രണ്ടും കംപ്ലീറ്റ് ആനിമൽസിനെ പോലാ. ഈ നടുക്കുള്ള യുഗ്ലിനോയിഡ്സിനോ 2ന്റെ സ്വഭാവം കാണിക്കും. അപ്പൊ ചോദ്യം വരും, പ്ലാന്റ്സിന്റെ ആനിമൽസിന്റെ 2ന്റെ സ്വഭാവം കാണിക്കുന്നത് ആരാ? യുഗ്ലിനോയിഡ്സാ. യുഗ്ലിനോയിഡ്സ് മിക്സോട്രോഫിക് ആവണമെങ്കിൽ പറയാം. ഇവൻ എന്താ? ഓട്ടോട്രോഫിക്ക. ഫോട്ടോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടോട്രോഫിക്ക, ഫുഡ് ഉണ്ടാക്കുന്ന ആളാ. ഇവന്മാർ രണ്ടും ഓട്ടോട്രോഫിക്ക, ഇവന്മാർ രണ്ടും എട്ടോട്രോഫിക്ക. ഇത് നടുക്ക് നിൽക്കുന്ന ഇവനോ മിക്സോട്രോഫിക്കായി. അതിന്റെ അർത്ഥം എന്താ? ഓട്ടോട്രോഫിക്കും ഉണ്ട്, എട്ടോട്രോഫിക്കും ഉണ്ട്. ലൈറ്റ് കിട്ടുമ്പോഴാണ് അവർ ഓട്ടോട്രോഫിക് ആകാം, ലൈറ്റ് ഇല്ലെങ്കിൽ അവർ എട്ടോട്രോഫിക് ആണ്. അടുത്തെന്താ? ഇതിൽ വരുന്ന ആൾക്കാരാണ് ഡയാറ്റംസും ഡെസ്മിറ്റ്സും. ഓക്കെ, അടുത്ത് നോക്കും മക്കളെ. ഇവരോ പല കളറിൽ കാണും, യെല്ലോ, ഗ്രീന്, ബ്രൗൺ, ബ്ലൂ, റെഡ്, അങ്ങനെ ഒരുപാട് കളറിൽ കാണും. ഇതിൽ വരുന്ന ഒരാളാണ് ഗോണിയോലെക്സ്, റെഡ് കളറാ. ഈ ഗോണിയോലെക്സ് കടലിൽ പെറ്റുപെരുകും. കടലിൽ ചുവന്ന കളറിൽ കാണും. കടൽ റെഡ് കളറിൽ കാണുന്നതിന് വിളിക്കുന്ന പേര് റെഡ് ടൈഡ്. അപ്പൊ റെഡ് ടൈഡ് ഉണ്ടാക്കുന്ന ഗോണിയോലെക്സാ. അത് ഏത് ഗ്രൂപ്പാ? ഡയനോഫ്ലജലേറ്റാ മക്കളെ.
അടുത്ത പ്ലാന്റ്സിന്റെ ആനിമൽസിന്റെ കണക്റ്റിംഗ് ലിങ്ക് ആരാ? യൂഗ്ലിനോയിഡ്സാ. ഈ രണ്ടു പേർക്ക് പ്ലാന്റിന്റെ ക്യാരക്ടറാ, ഈ രണ്ടു പേർക്ക് ആനിമൽസിന്റെ ക്യാരക്ടറാ, ഈ രണ്ടുപേരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആരാ? യൂഗ്ലിനോയിഡ്സ്. ക്വസ്റ്റ്യൻ വരും, പ്ലാന്റ്സിന്റെ ആനിമൽസിന്റെ കണക്ഷൻ ലിങ്ക് ആരാ? യുഗ്ലിനോയിഡ്സ് ആണ് മക്കളെ. അടുത്തത് സ്ലൈം മൗൾഡ്. നല്ല കണ്ടീഷനിൽ അവരുണ്ടാക്കുന്ന സ്ട്രക്ചറിന്റെ പേരാണ് പ്ലാസ്മോഡിയം. ചീത്ത കണ്ടീഷനിൽ അവരെന്തുണ്ടാക്കും? മുട്ടയുണ്ടാക്കും. നല്ല കണ്ടീഷനിൽ പ്ലാസ്മോഡിയം ഉണ്ടാക്കും, ചീത്ത കണ്ടീഷനിൽ അവർ മുട്ടയുണ്ടാക്കും, സ്പോർ ഉണ്ടാക്കും. പ്രോട്ടോസോവനെ നാലായി തിരിക്കാം. അമീബോയിഡ് ഉണ്ട്, ഫ്ലജലേറ്റഡ് ഉണ്ട്, സീലിയേറ്റഡ് ഉണ്ട്, സ്പോറോസോവൻ ഉണ്ട്. അമീബോയിഡിന് എക്സാമ്പിൾ എൻഡമീബ, അമീബ. ഫ്ലജലേറ്റിന് എക്സാമ്പിൾ ട്രിപ്പനോസോമ, അവരെ സ്ലീപ്പി സിക്നസ് ഉണ്ടാക്കാം. സീലിയേറ്റിന് എക്സാമ്പിൾ ആണ് പാരമീസിയം. സ്പോറോസോവൻ എക്സാമ്പിൾ ആണ് പ്ലാസ്മോഡിയം. സ്ലൈമോഡിൽ ഒരു പ്ലാസ്മോഡിയം പറയുന്നുണ്ട്, പ്രോട്ടോസോവിലും ഒരു പ്ലാസ്മോഡിയം പറയുന്നുണ്ട്. രണ്ടും രണ്ടാണ്, ഒരേ പേരാണെങ്കിൽ രണ്ട് സ്വഭാവമുള്ള ആൾക്കാരാണ്. സ്ലൈമോൾഡ് ഫേവറബിൾ കണ്ടീഷനിൽ ഉണ്ടാക്കുന്നതാണ് പ്ലാസ്മോഡിയം. ആ പ്ലാസ്മോഡിയവും പ്രോട്ടോസോവന്റെ സ്പോറോസോവൻ എക്സാമ്പിൾ ആയ പ്ലാസ്മോഡിയവും രണ്ടാണ്. അടുത്ത് നോക്ക് മക്കളെ, ഫംഗസുകൾ നോക്ക്. കോസ്മോപോളിറ്റണ, ബാക്ടീരിയ, ഫംഗസും ഒക്കെ എല്ലായിടത്തും കാണും. അതിനെ കോസ്മോപോളിറ്റൻ എന്ന് വിളിക്കുക. പക്ഷെ അവർക്ക് കൂടുതൽ ഇഷ്ടം എവിടാ? ഇളം ചൂടുള്ള ഈർപ്പമുള്ള കണ്ടീഷനിലാ. ഇളം ചൂടും ഈർപ്പമുള്ളിടത്തൊക്കെയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. ഓക്കെ, നോക്കി ഫംഗസ് എടുത്താൽ ഫംഗസിന്റെ ബോഡിയിൽ ഇങ്ങനെ കുറെ നീളമുള്ള സ്ട്രക്ചർ കാണാം. ത്രെഡ് ലൈക്ക് അല്ലെങ്കിൽ ഫിലമെന്റസ് എന്ന് വിളിക്കും. ഈ നീളമുള്ള ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ഹൈഫേ എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? ഹൈഫേ. ഈ നീളമുള്ള സ്ട്രക്ചറുകളുടെ പേരാണ് ഹൈഫേ എന്നാ വിളിക്കുക. ഇതിൽ ചില ഐഫയിൽ എന്താ പ്രത്യേകം എന്നറിയാമോ? ചില ഐഫ എടുത്താൽ ഇതേപോലെ വരകൾ കാണാം, ഇടയ്ക്കിടയ്ക്ക് വരകൾ കാണാം. ഈ വരകളെ വിളിക്കുന്ന പേരാണ് സെപ്റ്റ. ഈ വരകളെ വിളിക്കുന്ന പേരെന്താ? സെപ്റ്റ. അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് ക്രോസ് വോൾ എന്നാ വിളിക്കാം. അപ്പൊ നമുക്ക് നിങ്ങളൊരു ഫംഗസ് എടുത്ത് സൂം ചെയ്താൽ നീളമുള്ള സ്ട്രക്ചറാ കാണുക. ഈ നീളമുള്ള സ്ട്രക്ചറിന്റെ പേരാണ് ഐഫെ. ഈ ഐഫ എടുത്താൽ കുറെ ഇങ്ങനെ ക്രോസ് വോൾ കാണാം, കുറെ വരകൾ കാണാം, കുറെ ബൗണ്ടറീസ് കാണാം. അതിന്റെ പേരാണ് സെപ്റ്റെ അല്ലെങ്കിൽ ക്രോസ് വോൾ എന്ന് വിളിക്കും. എന്നാൽ വേറെ ചില ഐഫ എടുത്താലോ അതിൽ ഇതേപോലെ ഒന്നും കാണില്ല, വരയൊന്നും കാണില്ല, നിരത്തിയ കാണുക, സെപ്റ്റ കാണില്ല. ഈ സെപ്റ്റ ഉള്ള ഐഫെ, ഈ ബൗണ്ടറീസ് ഉള്ള ഐഫേന്റെ പേരാണ് സെപ്റ്റേറ്റ് ഐഫെ. ഉറക്കപ്പറ, സെപ്റ്റേറ്റ് ഐഫെ എന്ന മക്കളെ വിളിക്കുക. സെപ്റ്റ ഇല്ലാത്ത ഐഫേന്റെ പേരെന്താ? അസെപ്റ്റേറ്റ് ഐഫെ എന്നാ വിളിക്കുക. സെപ്റ്റ ഉണ്ടെങ്കിൽ സെപ്റ്റേറ്റ്, സെപ്റ്റ ഇല്ലെങ്കിലോ അസെപ്റ്റേറ്റ് ഐഫെ എന്നാ വിളിക്കുക. സെപ്റ്റേറ്റ് ഐഫിന്റെ പ്രത്യേകത, ഈ രണ്ട് സെപ്റ്റയ്ക്ക് ഇടയ്ക്ക് ഒരു ന്യൂക്ലിയസ് കാണും. ഈ സെപ്റ്റയ്ക്ക് ഇടയ്ക്ക് ഒരു ന്യൂക്ലിയസ്, ഓരോ സെപ്റ്റിന്റെ ഇടയ്ക്ക് ഓരോ ന്യൂക്ലിയസ് കാണാം. എന്നാൽ ഇവിടെയോ? ഇവിടെ സെപ്റ്റ ഇല്ലല്ലോ. ഇവിടെ സെപ്റ്റ ഇല്ലാത്തതുകൊണ്ട് തന്നെ ന്യൂക്ലിയസ് കുമിഞ്ഞുകൂടി കിടക്കാം. ഇവിടെ ഓരോ ന്യൂക്ലിയസിനെ സെപ്പറേറ്റ് ചെയ്യാൻ സെപ്റ്റ ഉണ്ട്. ഇവിടെ ന്യൂക്ലിയസുകളൊക്കെ ഇങ്ങനെ അടുത്ത് കിടക്കാം. കാരണം സെപ്റ്റ ഇല്ല, അവരെ വേർതിരിക്കാൻ സെപ്റ്റ ഇല്ല. സെപ്റ്റ ഇല്ലാത്തതുകൊണ്ട് ന്യൂക്ലിയസ് അടുത്ത കിടക്കാം. ന്യൂക്ലിയസ് അടുത്ത് കിടക്കുന്നതുകൊണ്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് സീനോസൈറ്റിക് കണ്ടീഷൻ. ഇങ്ങനെ ന്യൂക്ലിയസ് അടുത്ത് കിടക്കുന്നതിന് വിളിക്കുന്ന പേരെന്താ? സീനോസൈറ്റിക് ആണ്. എന്തുകൊണ്ടാണ് ന്യൂക്ലിയസ് അടുത്ത് കിടക്കണേ? അവരെ വേർതിരിക്കാൻ സെപ്റ്റ ഇല്ല. അസെപ്റ്റേറ്റ് ടൈഫയിൽ ന്യൂക്ലിയസുകളെ വേർതിരിക്കാൻ സെപ്റ്റ ഇല്ല. അസെപ്റ്റേറ്റ് ടൈഫിൽ കാണുന്ന ഒന്നാണ് സീനോസൈറ്റിക് കണ്ടീഷൻ. ഓക്കെ, അപ്പൊ ഐഫ സെപ്റ്റേറ്റ് ഉണ്ട്, അസെപ്റ്റേറ്റ് ഉണ്ട് മക്കളെ. ഈ ഐഫകൾ ഉണ്ടല്ലോ, ഐഫ എന്ന് പറഞ്ഞാൽ ഒറ്റ ത്രെഡാ, ഒറ്റ ട്യൂബാ. ആ ട്യൂബിൽ കുറെ ഇങ്ങനെ കൂടിക്കിടക്കുമ്പോൾ വിളിക്കുന്ന പേരാണ് മൈസീലിയം. നെറ്റ്വർക്ക് ഓഫ് ഐഫെ. ഒരു ട്യൂബ് ആണെങ്കിൽ ഐഫെ, ഇങ്ങനെ കുറെ ഐഫകൾ കൂടിക്കിടന്നാലോ മൈസീലിയം എന്ന മക്കളെ വിളിക്കുക. ഫംഗസുകളുടെ പ്രത്യേകത, ഫംഗസ് എങ്ങനെ ഫുഡ് കഴിക്കാന്ന് അറിയാമോ? ചിലര് ചത്തയിനെ തിന്നുന്നതിന് വിളിക്കുന്ന പേരാണ് സാപ്രോഫൈറ്റിക്. ചിലര് വേറെ ആൾക്കാരുടെ മുകളിൽ ഇരുന്ന് അവരുടെ സാധനങ്ങൾ തിന്നും, പാരയായിട്ട്. നമ്മുടെ തലയിലെ പെയിൻ സ്വന്തമായി ഫുഡ് ഉണ്ടാക്കോ? ഇല്ല, നമ്മുടെ ബ്ലഡിൽ നിന്നുള്ള ഫുഡാണ് അവർ വലിച്ചെടുക്കുക. അങ്ങനെ വേറൊരു ജീവിന്റെ മുകളിലിരുന്ന് ആ ജീവിന്റെ ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്നവരെ വിളിക്കുന്ന പേരാണ് പാരസൈറ്റിക് എന്ന് വിളിക്കുക. എന്നാൽ വേറെ ചിലരെന്താ അറിയാമോ? സ്വന്തമായി ഫുഡ് ഉണ്ടാക്കില്ല, പകരം എന്ത് ചെയ്യും? ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരെ സഹായിക്കും. ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും വെള്ളമോ ഫുഡ് ഉണ്ടാക്കാനുള്ള ആഹാരം എന്തെങ്കിലും സാധനങ്ങൾ മിനറൽസ് ഒക്കെ കൊണ്ടു കൊടുക്കും. അപ്പൊ അവർ തിരിച്ച് അവർക്ക് ഫുഡ് കൊടുക്കും. ഫംഗസുകൾ അങ്ങനെ. ഫംഗസ് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഫംഗസ് ആൽഗയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ആൽഗയോട് ചോദിക്കും, എടാ ചങ്ങായി നിനക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ? എനിക്കത് പറ്റില്ലടാ, പകരം നീ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരാമോ? എങ്കിൽ ഞാൻ നിനക്ക് വെള്ളവും മിനറൽസും ഒക്കെ തരാം. വെള്ളവും മിനറൽസും ഒക്കെ ഫംഗസ് ആൽഗയ്ക്ക് കൊടുക്കും. അപ്പൊ ആൽഗ വെള്ളവും മിനറൽസ് ഒക്കെ വെച്ച് ഫുഡ് ഉണ്ടാക്കും. ഫുഡ് ഉണ്ടാക്കിയിട്ട് ഒരു പങ്ക് ഫംഗസിന് കൊടുക്കും. കുറച്ച് അങ്ങോട്ട് സഹായിച്ചു, കുറച്ച് ഇങ്ങോട്ട് സഹായിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ട് സഹായിക്കുന്നതിന് വിളിക്കുന്ന പേരാ സിംബയോട്ടിക്.
കംപ്ലീറ്റ് ചത്ത് കൊന്നു തിന്നുന്നതിന് വിളിക്കുന്ന പേരാണ്, ചത്തേനെ തിന്നുന്നതിന് വിളിക്കുന്ന പേര് സാപ്രോഫൈറ്റിക്. വേറൊരു ജീവിന്റെ മുകളിൽ ഇരുന്ന് അവരുടെ ന്യൂട്രിയൻസ് വലിച്ചെടുത്ത് തിന്നുന്നതിന് വിളിക്കുന്ന പേര് പാരസൈറ്റിക്. വേറൊരു ജീവിക്ക് വേണ്ടതൊക്കെ കൊടുത്ത് ആ ജീവി ഇങ്ങോട്ട് ഫുഡ് തരുമ്പോൾ അത് വാങ്ങിച്ചു തിന്നുന്നതിന് വിളിക്കുന്ന പേരാ സിംബയോട്ടിക്. ഓക്കെ, റീപ്രൊഡക്ഷൻ 3 ടൈപ്പ് ഉണ്ട് ഫംഗസിൽ: വെജിറ്റേറ്റീവ്, അസെക്ച്വൽ, സെക്ച്വൽ. മക്കളെ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഏതൊക്കെ വഴിയാ? ഫ്രാഗ്മെന്റേഷൻ, ഫിഷൻ, ബഡിങ് വഴിയാ. അസെക്ച്വലും സെക്ച്വലും ഒക്കെ നടക്കണമെങ്കിൽ മുട്ട ഉണ്ടാകണം, സ്പോർ ഉണ്ടാകണം. അസെക്ച്വൽ റീപ്രൊഡക്ഷനിലും സ്പോർ ഉണ്ടാകും, സെക്ച്വൽ റീപ്രൊഡക്ഷനിലും സ്പോർ ഉണ്ടാകും. അസെക്ച്വൽ റീപ്രൊഡക്ഷനിലെ സ്പോറിന്റെ പേര് ഓർത്ത് വെച്ചോ: കൊനീഡിയ, അപ്ലാനോസ്പോറ്, സ്പൊറാൻജിയോസ്പോറ്, സൂസ്പോറ്. ഇത് വേർതിരിക്കാൻ ചോദിക്കും. കുറെ സ്പോറിന്റെ പേര് തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് അസെക്ച്വൽ സ്പോർ, ഏതൊക്കെയാ സെക്ച്വൽ സ്പോർ ചോദിക്കും. സെക്ച്വൽ റീപ്രൊഡക്ഷന്റെ സ്പോറിന്റെ പേരാണ് ഊസ്പോറ്, അസ്കോസ്പോറ്, ബെസിഡിയോസ്പോസ്. ഇതൊക്കെയാണ് സ്പോർ. സ്പോർ എന്ന് പറഞ്ഞാൽ മുട്ടകള്. സ്പോറുകളൊക്കെ ഹാപ്ലോയിഡ് ആയിരിക്കും കേട്ടോ. സ്പോറും ഗെമേറ്റും ഒക്കെ ഹാപ്ലോയിഡ് ആയിരിക്കും. സെക്ച്വൽ റീപ്രൊഡക്ഷനിലെ 3 സ്റ്റെപ്പുകൾ പഠിച്ചു വെക്കണം. 1 പ്ലാസ്മോഗെമി, 2 കാരിയോഗെമി, മൂന്നാമത്തെ പേരാണ് മക്കളെ മിയോസിസ്. മൂന്നാമത്തെയാണ് അവരുടെ മിയോസിസ്. ഈ കാരിയോഗെമി നടക്കുമ്പം അവരുടെ ന്യൂക്ലിയസ് വേഗം കൂടിച്ചേരണമെന്നില്ല. ന്യൂക്ലിയസ് ഇങ്ങനെ രണ്ടായിട്ട് നിൽക്കും. അതിൻ്റെ പേരെന്താ? ന്യൂക്ലിയസ് രണ്ടായിട്ട് നിൽക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ഡൈകാരിയോൺ. ഈ ന്യൂക്ലിയസ് ചേരാതെ ന്യൂക്ലിയസ് കൂടിച്ചേരുന്നതാണ് കാരിയോഗെമി. അതിനു മുമ്പ് ന്യൂക്ലിയസ് രണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. പിന്നെ കൂടിച്ചേർന്ന കാരിയോഗെമി എന്ന് വിളിക്കും. അതിനു മുമ്പ് ന്യൂക്ലിയസ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അതിൻ്റെ പേര് ഡൈകാരിയോൺ. ഇത് എവിടൊക്കെയാണ് കാണുക സാർ? അസ്കോമൈസസിൽ. ഫംഗസിന്റെ ഒരു ടൈപ്പാണ് അസ്കോമൈസസ്. അതേപോലെ ബെസിഡിയോമൈസസിൽ ക്വസ്റ്റ്യൻ വരും മക്കളെ, ഏതിലാണ് ഡൈകാരിയോൺ സ്റ്റേജ് കാണുക? അസ്കോമൈസസിലും ബെസിഡിയോമൈസസിലും. എന്താ ഡൈകാരിയോൺ സ്റ്റേജ്? ഈ 2 ന്യൂക്ലിയസ് കൂടിച്ചേരുന്നതിന് മുമ്പ് 2 ന്യൂക്ലിയസ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. അതാണ് ഡൈകാരിയോൺ. അസ്കോമൈസസിലും ബെസിഡിയോമൈസസിലും കാണുക. ഓക്കെ, അടുത്ത് നോക്കടാ, ഫംഗസിന്റെ ടൈപ്പ് നോക്ക്. ഫംഗസിന്റെ പ്ലാസ്മോഗമി, കാരിയോഗമി, മിയോസിസ്. ആസ്കോമൈസിസിനും ബെസിഡിയോമൈസിസിനും എന്താ? ന്യൂക്ലിയസ് ഇങ്ങനെ ചേരാതെ നിൽക്കും, ഡൈകാരിയോൺ എന്നാ വിളിക്കുക. ഫൈക്കോമൈസിസ്, അസ്കോമൈസിസ്, ബെസിഡിയോമൈസിസ്, ഡ്യൂട്രോമൈസിസ്. ഇങ്ങനെ 4 ഫംഗസുകൾ ഉണ്ട് മക്കളെ. ഇതില് ഫൈക്കോമൈസിന്റെ ഐഫ ഉണ്ടല്ലോ, അസെപ്റ്റേറ്റ് ആണ്. സെപ്റ്റ കാണില്ല, ഇങ്ങനെ നേരെ കാണാം. അപ്പൊ ന്യൂക്ലിയസ് കൂടിച്ചേർന്ന് കിടക്കും, അതിനെ സീനോസൈറ്റിക് എന്നാ വിളിക്കുക. ഫൈക്കോമൈസിസിന് എങ്ങനാ? ബാക്കി ഫൈക്കോമൈസിസിനെ മാത്രമേ അസെപ്റ്റേറ്റ് ഉള്ളൂ. ഫൈക്കോമൈസിസിന്റെ മാത്രമേ മക്കളെ എന്തുള്ളൂ? ഫൈക്കോമൈസിസിനെ മാത്രമേ അസെപ്റ്റേറ്റ് ഉള്ളൂ. ഈ അസെപ്റ്റേറ്റ് എവിടെ മാത്രം കാണാം സാറേ? ഫൈക്കോമൈസിസിലെ കാണാം. ബാക്കി അസ്കോ, ബെസിഡിയോ, ഡ്യൂട്രോ അവർക്കെല്ലാം എന്താ മക്കളെ? സെപ്റ്റേറ്റ് ഐഫയാണ്. ഓക്കെ, ഇവർക്ക് അസെപ്റ്റേറ്റ്, ബാക്കി എല്ലാവർക്കും എന്താ? സെപ്റ്റേറ്റ് ആണ്, ബ്രാഞ്ചഡ് ആണ്. സെപ്റ്റേറ്റ് ആണ്, ബ്രാഞ്ചഡ് ആണ്. സെപ്റ്റേറ്റ് ആണ്, ബ്രാഞ്ചഡ്. സെപ്റ്റേറ്റ്, ബ്രാഞ്ചഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതേപോലെ ക്രോസ് വോള് കാണും, അതേപോലെ കുറെ ബ്രാഞ്ചുകളും ഇങ്ങനെ കാണും. സൈഡിൽ നിന്ന് കുറെ ബ്രാഞ്ചും കാണും, നേരെ മാത്രമല്ല ബ്രാഞ്ചും ആകും. ഓക്കെ, അടുത്ത് നോക്കും മക്കളെ, റീപ്രൊഡക്ഷൻ നോക്കാം. ഫൈക്കോമൈസിസ് ആണെങ്കിലും അസ്കോമൈസിസ് ആണെങ്കിലും ബെസിഡിയോ ആണെങ്കിലും ഡ്യൂട്രോ ആണെങ്കിലും ഏതാണെങ്കിലും വെജിറ്റേറ്റീവും അസെക്ച്വലും സെക്ച്വലൊക്കെ കാണിക്കും. ഒരു എക്സെപ്ഷൻ ഉണ്ട് മക്കളെ, ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഇതൊന്ന് ഓർത്ത് വെച്ചോ. ബെസിഡിയോമൈസിസ് എല്ലാ ഫംഗസും വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും അസെക്ച്വൽ റീപ്രൊഡക്ഷനും സെക്ച്വൽ റീപ്രൊഡക്ഷനും കാണിക്കുമെന്ന് പഠിച്ചു വെച്ചാലും 2 എക്സെപ്ഷൻ പഠിക്കണം. ബെസിഡിയോമൈസിസ് അസെക്ച്വൽ റീപ്രൊഡക്ഷൻ കാണിക്കില്ല. ഡ്യൂട്രോമൈസസ് സെക്ച്വൽ റീപ്രൊഡക്ഷൻ കാണിക്കില്ല. ഇതൊന്നും ഓർത്ത് വെച്ചേക്കണേ. ബാക്കി എല്ലാ ഫംഗസും എല്ലാം കാണിക്കും. ഫൈക്കോ, അസ്കോ, ബെസിഡിയോ, ഡ്യൂട്രോ ഏതെടുത്താലും വെജിറ്റേറ്റീവ് അസെക്ച്വലും സെക്ച്വൽ റീപ്രൊഡക്ഷൻ കാണിക്കുമെന്ന് ആദ്യം അങ്ങ് ഓർക്കേ. രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കിക്കോ. ബെസിഡിയോമൈസിസ് അസെക്ച്വൽ റീപ്രൊഡക്ഷൻ കാണിക്കില്ല, സെക്ച്വലും വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ കാണിക്കും. ഡ്യൂട്രോമൈസിസ് സെക്ച്വൽ റീപ്രൊഡക്ഷൻ കാണിക്കില്ല, അപ്പോൾ അസെക്ച്വലും വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ കാണിക്കും. ഇതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അസെക്ച്വൽ റീപ്രൊഡക്ഷൻ ഞാൻ പറഞ്ഞല്ലോ, ഏത് റീപ്രൊഡക്ഷൻ ആണെങ്കിലും മുട്ട ഉണ്ടാകണം, സ്പോർ ഉണ്ടാകണമല്ലോ. ഫൈക്കോമൈസിസ് അസെക്ച്വൽ റീപ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന സ്പോറിന്റെ പേര് സൂസ്പോറ്, അപ്ലാനോസ്പോറ്. എൻഡോജീനസ് ആണ് അവർ. എൻഡോജീനസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പോറുകൾ നമ്മൾ ഇതാണല്ലോ ഐഫെ ഗ്രൂപ്പായിട്ടിരിക്കുന്നതിന് വിളിക്കുന്ന പേരെന്താ? മൈസീലിയം എന്നാ വിളിക്കുക. ഐഫേന്റെ ഗ്രൂപ്പിന്റെ പേരാണ് മൈസീലിയം എന്നാ വിളിക്കുക. മൈസീലിയം മുകളിലേക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കും. ആ സ്ട്രക്ചറിന്റെ പേരാണ് ഫ്രൂട്ടിംഗ് ബോഡി. ആ സ്ട്രക്ചറിന്റെ പേരെന്താ? ഫ്രൂട്ടിംഗ് ബോഡി. ഈ ഫ്രൂട്ടിംഗ് ബോഡിന്റെ ടിപ്പിലാണ് എന്തുണ്ടാകുക? സ്പോർ ഉണ്ടാകുക. ചില സ്പോറുകൾ ഡയറക്റ്റ് ഉണ്ടാകും, ചില സ്പോർ. ഇതാണ് ഫ്രൂട്ടിംഗ് ബോഡി എന്നിരിക്കട്ടെ.
നേരെ അറ്റത്ത് ഇങ്ങനെ ചുമ്മാതെ ഉണ്ടാകുള്ളൂ. ഇങ്ങനെ നേരെ ചുമ്മാതെ ഉണ്ടാകുന്നതിന്റെ പേരാണ് എക്സോജീനസ് ആണെന്ന് വിളിക്കുക. ചുമ്മാതെ ഉണ്ടായാൽ എന്താ? എക്സോജീനസ് ആണെന്ന് വിളിക്കുക. എന്നാൽ ചില സ്പോർ, ഇതാണ് ഫ്രൂട്ടി ബോഡി എന്നിരിക്കട്ടെ, ഒരു സഞ്ചി ഉണ്ടാകും. ആ സഞ്ചിന്റെ ഉള്ളിലാണ് സ്പോർ ഉണ്ടാകുക. സഞ്ചിന്റെ ഉള്ളിൽ ഉണ്ടായാൽ ആ സ്പോറിന്റെ പേര്, അങ്ങനെ ഉണ്ടാകുന്നതിന് വിളിക്കുന്ന പേരാ എൻഡോജീനസ് എന്ന് വിളിക്കുക. ഇതാണ് ഫ്രൂട്ടിംഗ് ബോഡി. ഇതിന്റെ അറ്റത്ത് ഡയറക്റ്റ് തുറന്നിരുന്ന് തന്നെ സ്പോർ ഉണ്ടായി. കണ്ടോ, ഈ സ്പോറുകൾ എന്താ? ഡയറക്റ്റ് തുറന്നിരിക്കുകയല്ലേ അന്തരീക്ഷത്തിലേക്ക്. അതാണ് എക്സോജീനസ്, പുറത്തേക്ക് ഇരിക്കുന്നത്. എന്നാൽ ഈ ഫ്രൂട്ടിംഗ് ബോഡിന്റെ അറ്റത്ത് ആദ്യം സഞ്ചി ഉണ്ടാകും. ഈ സഞ്ചികളെ വിളിക്കുന്ന പേരാണ് സാക്ക് ഉണ്ടാകും. ഈ സാക്കിന്റെ ഉള്ളിലാ സ്പോർ ഉണ്ടാകുക. ഡയറക്റ്റ് ഫ്രൂട്ടിംഗ് ബോഡിന്റെ അറ്റത്ത് സ്പോർ ഉണ്ടായാൽ എക്സോജീനസ്, അവിടെ സഞ്ചി കാണില്ല. സഞ്ചിന്റെ ഉള്ളിലാണ് ഉണ്ടാകിൽ എൻഡോജീനസ്. എൻഡോ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, എക്സോ എന്ന് പറഞ്ഞാൽ പുറത്ത്, ഡയറക്റ്റ് പുറത്തുണ്ടായി, സഞ്ചി ഇല്ല. ഇവര് സഞ്ചിന്റെ ഉള്ളിലുണ്ടായ എൻഡോജീനസ് ആണ്. ഇവിടെ നോക്കും മക്കളെ, സൂസ്പോറും പ്ലാനസ്പോറും എന്താ? എൻഡോജീനസ്. അതിന്റെ അർത്ഥം എന്താ? ഇവർ രണ്ടുപേരും ഒരു സഞ്ചിന്റെ ഉള്ളിലാണ് ഉണ്ടായത്. സെക്ച്വൽ റീപ്രൊഡക്ഷൻ എങ്ങനെ മക്കളെ? സെക്ച്വൽ റീപ്രൊഡക്ഷൻ ഇതൊന്നും അല്ല. സെക്ച്വൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന സ്പോറിന്റെ പേര് ഓർത്ത് വെച്ചാൽ മതി, സൈഗോസ്പോർ. സെക്ച്വൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന സ്പോറിന്റെ പേരെന്താ? സൈഗോസ്പോർ എന്നാ വിളിക്കുക. ബാക്കി ഐസോ അനൈസോ അങ്ങൊന്നും ഓർക്കൊന്നും വേണ്ട. ഓക്കെ, അസെക്ച്വൽ റീപ്രൊഡക്ഷനിൽ അപ്ലാനോ, സെക്ച്വലില് സൈഗോസ്പോർ. അസ്കോമൈസിന്റെയോ അസെക്ച്വൽ റീപ്രൊഡക്ഷൻ ഉണ്ടാകുന്ന സ്പോറിന്റെ പേര് കൊനീഡിയ. അത് എക്സോജീനസ്. എക്സോജീനസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രൂട്ടിംഗ് ബോഡിന്റെ അറ്റത്ത് നേരിട്ടാണ് ഉണ്ടായത്, സാക്ക് ഉണ്ടായിട്ടില്ല. സെക്ച്വൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്നതിന്റെ പേരാണ് അസ്കോസ്പോസ്. അസ്കോസ്പോസ് എന്ന വിളിക്കുക. അതെന്താ? എൻഡോജീനസ്. അതിന്റെ അർത്ഥം എന്താ? അത് സഞ്ചിക്കുള്ളിലാണ് ഉണ്ടായത്. ബെസിഡിയോമൈസിസിലേക്ക് വരുമ്പോൾ അസെക്ച്വൽ റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെന്റേഷൻ എന്നല്ല, അസെക്ച്വൽ റീപ്രൊഡക്ഷൻ അവരിൽ ആബ്സെന്റ് ആണ്. അസെക്ച്വൽ റീപ്രൊഡക്ഷൻ ഇല്ല എന്നങ്ങ് പഠിച്ചാൽ മതി. ബെസിഡിയോമൈസിസിൽ അസെക്ച്വൽ റീപ്രൊഡക്ഷൻ ആബ്സെന്റാ. സെക്ച്വൽ റീപ്രൊഡക്ഷൻ കാണിക്കും. സെക്ച്വൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന സ്പോറിന്റെ പേരാണ് ബെസിഡിയോസ്പോസ്. ഇവിടെ എന്താ? അസ്കോസ്പോസ്, ഇവിടെ ബെസിഡിയോസ്പോസ്. അസ്കോമൈസിസിന്റെ സെക്ച്വൽ റീപ്രൊഡക്ഷനിലെ സ്പോർ അസ്കോസ്പോർ, ബെസിഡിയോമൈസിസിന്റെ സെക്ച്വൽ റീപ്രൊഡക്ഷനിലെ സ്പോർ അസ്കോസ്പോർ. അതെന്താ? എക്സോജീനസ് ആണ്. ഇതെന്താ? എൻഡോജീനസ് ആണ്. അസ്കോമൈസിസിലെ സെക്ച്വൽ റീപ്രൊഡക്ഷന്റെ സ്പോറിന്റെ പേര് അസ്കോസ്പോർ, ബെസിഡിയോമൈസിസിലെ സെക്ച്വൽ റീപ്രൊഡക്ഷന്റെ പേര് ബെസിഡിയോസ്പോർ. അസ്കോസ്പോസ് എൻഡോജീനസ്, അതിന്റെ അർത്ഥം അവരുണ്ടായത് ഒരു സഞ്ചിക്കുള്ളിലാണ്. ബെസിഡിയോസ്പോസോ എക്സോജീനസ്, അവരെ ഡയറക്റ്റ് ഉണ്ടാകുക, സഞ്ചിക്കുള്ളിലല്ല ഉണ്ടാകുക. ഡ്യൂട്രോമൈസിസിന് സെക്ച്വൽ റീപ്രൊഡക്ഷൻ ഇല്ല. അസെക്ച്വൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അതുവഴി ഉണ്ടാകുന്ന സ്പോറിന്റെ പേര് കൊനീഡിയ. ഓക്കെ, അസ്കോമൈസിസിലെ അസെക്ച്വൽ റീപ്രൊഡക്ഷന്റെ സ്പോറിന്റെ പേര് കൊനീഡിയ തന്നെ. ഡ്യൂട്രോമൈസിസിലെ അസെക്ച്വൽ റീപ്രൊഡക്ഷന്റെ സ്പോറിന്റെ പേര് കൊനീഡിയ തന്നെ കേട്ടോ മക്കളെ, ഓർത്ത് വെച്ചേക്കണം. ഇനി പ്ലാൻ കിങ്ഡം, ആനിമൽ കിങ്ഡം നമ്മൾ സെപ്പറേറ്റ് പഠിക്കും. ഇനി ഇതിലൊന്നും, ഈ കിങ്ഡത്തിലൊന്നും വരാത്ത ആൾക്കാരെ കുറിച്ചാണ് പഠിക്കുന്നത്. ആർച്ച് വിറ്റാക്കർ ഫൈവ് കിങ്ഡത്തിൽ ഉൾപ്പെടുത്താത്ത ആൾക്കാർ ആരൊക്കെയാ? വൈറസ്, വൈറോയിഡ്, പ്രിയോണ്, ലൈക്കന്. വൈറസുകൾ എന്താ മക്കളെ? സെല്ലില്ലെങ്കിലും അവർ ജീവിക്കുന്നവരാ. അവരെ ബയോളജിക്കൽ പസിൽ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇനേർട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഔട്ട്സൈഡ് ഹോസ്റ്റ് സെൽ. ഒരു സെല്ലിന്റെ വെളിയിൽ ഇവർ ഇനാക്റ്റീവാ, സെല്ലിന്റെ ഉള്ളിൽ കയറിയാലേ ഇവർ ആക്റ്റീവ് ആകുള്ളൂ. ഓക്കെ, ഒബ്ലിഗേറ്റ് പാരസൈറ്റ്. ഒബ്ലിഗേറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആക്റ്റീവ് ആകാൻ ഒരു സെല്ല് വേണം. ഒരു സെല്ലിന്റെ വെളിയിൽ നിൽക്കുമ്പോൾ വൈറസ് വാഴകളാ, സെല്ലിന്റെ ഉള്ളിൽ കയറിയാലേ വൈറസുകൾ ആക്റ്റീവ് ആകുള്ളൂ. എപ്പോഴും ഒരു സെല്ല് ഉണ്ടെങ്കിലേ അവർ ആക്റ്റീവ് ആകാൻ പറ്റൂ. എപ്പോഴും ഒരു സെല്ലിന്റെ പ്രസൻസിലേ അവർ ആക്റ്റീവ് ആകൂ. എപ്പോഴും ഒരു സെല്ലിന്റെ പ്രസൻസിൽ ആക്റ്റീവ് ആകുന്നതിനാ നമ്മൾ ഒബ്ലിഗേറ്റ് പാരസൈറ്റ് എന്ന് വിളിക്കുക. അവരെന്താ? ന്യൂക്ലിയോ പ്രോട്ടീനുകളാ. ന്യൂക്ലിയോ എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ ന്യൂക്ലിക് ആസിഡും ഉണ്ട്, പ്രോട്ടീനുകളും കാണും. ന്യൂക്ലിക് ആസിഡും പ്രോട്ടീനും വെച്ചാണ് വൈറസ് ഉണ്ടാക്കിയേക്കുന്നത്. അതിന്റെ പേരാണ് ന്യൂക്ലിയോ പ്രോട്ടീൻ. ആ ന്യൂക്ലിക് ആസിഡ് ആരൊക്കെ ആകാം? DNA ആകാം, RNA ആകാം. ആ പ്രോട്ടീനുകൾ വിളിക്കുന്ന പേരാണ് ക്യാപ്സോമേഴ്സ്. ക്യാപ്സോമസ് കൂടിച്ചേർന്നാൽ നമ്മൾ ക്യാപ്സിഡ് എന്നാ വിളിക്കുക. അപ്പൊ നോക്ക്, വൈറസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോട്ടീനുകൾ ന്യൂക്ലിക് ആസിഡുമാ, ന്യൂക്ലിയോ പ്രോട്ടീനുകളാ. അവരുടെ ന്യൂക്ലിക് ആസിഡ് എന്താ? ഒന്നെങ്കിൽ DNA ആകാം, രണ്ടും ആകാം, RNA ആകാം. രണ്ടും കൂടെ ഒരുമിച്ച് ഒരു വൈറസ് കാണില്ല. ഒന്നെങ്കിൽ ചില വൈറസിന് DNA, അല്ലെങ്കിൽ ചില RNA. അടുത്താണ് പ്രോട്ടീനുകൾ. പ്രോട്ടീനുകളിലേക്ക് വരുമ്പോൾ ഏതാ? വൈറസിന്റെ പ്രോട്ടീന്റെ പേരാണ് ക്യാപ്സിഡ്. വൈറസിന്റെ പ്രോട്ടീന്റെ പേരെന്താ? ക്യാപ്സിഡ് എന്നാ വിളിക്കുക. ഈ ക്യാപ്സിഡ് എടുത്താൽ, ഇതാണ് വൈറസ് എന്നിരിക്കട്ടെ, ഇതാണ് വൈറസിന്റെ പ്രോട്ടീനുകൾ. ഇതാണ് മക്കളെ വൈറസിന്റെ പ്രോട്ടീന്. ഈ പ്രോട്ടീനെ ഒരുമിച്ച് ചേർത്ത് വിളിക്കുന്ന പേരാണ് ക്യാപ്സിഡ് എന്നാ വിളിക്കുക. ഈ വൈറസിന്റെ പ്രോട്ടീനെ ഒരുമിച്ച് വിളിക്കുന്ന പേര് ക്യാപ്സിഡാ. എന്നാൽ അതിൽ ഓരോ ഭാഗത്തെയും വിളിക്കുന്ന, ഓരോ സബ് യൂണിറ്റ്, ഓരോ കഷ്ണത്തെയും വിളിക്കുന്ന പേരെന്താ? ക്യാപ്സോമേഴ്സ് എന്ന് വിളിക്കുക. വൈറസിന്റെ സകല പ്രോട്ടീനും ചേർത്ത് ക്യാപ്സിഡ് എന്ന് വിളിക്കും. അതിൽ ഓരോ കഷ്ണത്തെയും വിളിക്കുന്ന പേര് ക്യാപ്സോമേഴ്സ് എന്ന് മക്കളെ വിളിക്കുക. ഓക്കെ,
ക്യാപ്സിഡ് എന്ന് പറഞ്ഞാൽ ഫുൾ പ്രോട്ടീന്, അതിലൊരു കഷ്ണമാണ് ക്യാപ്സോമേഴ്സ്. ഓക്കെ, വൈറസിന് പേര് കൊടുത്തത് ആരാ? ഇവനോസ്കി ആണ്. വൈറസിനെ കണ്ടാജിയം വൈവം ഫ്ലൂയിഡം എന്ന് വിളിച്ചത് ആരാ? ബീജർനെക്കാണ്. വൈറസിനെ ക്രിസ്റ്റൽ ചെയ്ത് പുറത്താക്കിയത് ആരാ? പുറത്തെടുത്തിയ ആരാ? സ്റ്റാൻലിയാണ് വൈറസിനെ ക്രിസ്റ്റലായിട്ട് പുറത്തേക്ക് എടുത്തത്. ആ ക്രിസ്റ്റലിൽ കുറച്ച് കൂടുതലും പ്രോട്ടീനുകളായിരുന്നു ഉള്ളത് കേട്ടോ. ഇവനോസ്കി പേര് കൊടുത്തു, ബീജർനെക്ക് കണ്ടാജിയം വൈവം ഫ്ലൂയിഡ് നമ്മൾ വിളിച്ചു, വൈറസിനെ ക്രിസ്റ്റലാക്കി പുറത്തേക്ക് എടുത്തത് സ്റ്റാൻലിയാ മക്കളെ. ഓക്കെ, ഇനി വൈറോയിഡ് എന്താ? വെയിറ്റ് കുറവാ, RNA മാത്രമേ ഉള്ളൂ. നമുക്ക് വൈറസ് എന്ന് പറഞ്ഞാൽ RNA DNA ആരെങ്കിലും പ്രോട്ടീനും ഉണ്ട്. ന്യൂക്ലിക് ആസിഡും പ്രോട്ടീനും ഉള്ളവരാ വൈറസ്. വൈറോയിഡിൽ ന്യൂക്ലിക് ആസിഡ് മാത്രമേ ഉള്ളൂ. ആ ന്യൂക്ലിക് ആസിഡ് ആരാ? RNA, ഫ്രീ RNA. അപ്പൊ വൈറോയിഡിന്റെ ന്യൂക്ലിക് ആസിഡ് ഏതാ? RNA മാത്രമാ. ഇവരെ കണ്ടുപിടിച്ചത് ആരാ? ടിഒ ഡൈനർ മക്കളെ. പ്ലാന്റ് വൈറസ് ഉണ്ട്, പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസ് ഉണ്ടല്ലോ, അവർക്ക് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആയിരിക്കും. ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ എന്താ? ബാക്ടീരിയ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകളാ. ബാക്ടീരിയ അറ്റാക്ക് ചെയ്യുന്നവരാണ് ബാക്ടീരിയോഫേജ്. അവർക്കോ ഡബിൾ സ്റ്റാൻഡേർഡ് DNA. പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകൾക്ക് ഒറ്റ ഇഴയുള്ള RNA, സിംഗിൾ സ്റ്റാൻഡേർഡ് RNA. ഇത് വെച്ച് ക്വസ്റ്റ്യൻ വരും കേട്ടോ. പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുന്നവർക്ക് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA. ബാക്ടീരിയ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകൾ ആരാ? ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയകളല്ല. ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകളാണ് ബാക്ടീരിയോഫേജ്. അവർക്കോ 2 ഇഴയുള്ള DNA ഉണ്ട്. എന്നാൽ നോക്കൂ മക്കളെ, ആനിമൽസിനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസിന് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആകാം, ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആകാം, ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആകാം. ഓക്കെ, അടുത്ത നോക്ക്. വൈറോയിഡ് ഉണ്ടാക്കുന്ന അസുഖം അറിയാലോ, പൊട്ടറ്റോസ് മില്ലിറ്റ്യൂബർ ഡിസീസ്. വൈറസ് ഉണ്ടാക്കുന്നത് എയ്ഡ്സ്, സ്മോൾ പോക്സ്, മംസ്, കുറെ ഓർത്ത് വെക്കണം. പ്രിയോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? മിസ്ഫോൾഡ് പ്രോട്ടീൻ ആണ്, അബ്നോർമലി ഫോൾഡ് പ്രോട്ടീൻ. എന്താ പ്രിയോൺ എന്ന് പറഞ്ഞാൽ? പ്രിയോൺസിന്റെ മെയിൻ പണി എന്താ അറിയാമോ? ഒരു ജീവന്റെ ഉള്ളിൽ പ്രിയോൺ കയറിയാൽ ആ പ്രിയോൺ നെർവസ് സിസ്റ്റത്തെ ബാധിക്കുക, തലേനെ ബാധിക്കുക, ന്യൂറോണുകളെ ബാധിക്കുക. എന്താണ് ഇവർ? അബ്നോർമലി ഫോൾഡ് പ്രോട്ടീന്റെ ഫോൾഡിങ് അറിയാലോ. പ്രോട്ടീൻ പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടേഴ്സറി ഉണ്ട്. അതൊക്കെ ആകുമ്പോഴാ പ്രോട്ടീൻ കറക്റ്റ് സ്ട്രക്ചറിലേക്ക് എത്തുക. ഈ പ്രോട്ടീൻ്റെ ഫോൾഡിങ്ങിൽ എവിടെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ അത് അബ്നോർമലായി. ഈ അബ്നോർമലി ഫോൾഡ് ചെയ്ത ഫോൾഡ് ചെയ്യുന്ന വഴി ഉണ്ടാകുന്നവരാണ് പ്രിയോണുകൾ. അബ്നോർമലി ഫോൾഡ് ചെയ്ത പ്രോട്ടീനുകളാണ് പ്രിയോൺ എന്ന് പറഞ്ഞാൽ. പ്രിയോണുകൾ മനുഷ്യന്മാരെ ഉണ്ടാക്കുന്ന അസുഖമാണ് CJ ഡിസീസ്, CR ജേക്കബ് ഡിസീസ്, ക്രൂസ്ഫെൽറ്റ് ജേക്കബ് ഡിസീസ് എന്നാ വിളിക്കാം. ഈ പ്രിയോണുകൾ പശുക്കളിൽ ഉണ്ടാക്കുന്ന അസുഖമാണ് മാഡ് കൗ ഡിസീസ്, അല്ലെങ്കിൽ വേറെ പേര് ബോവിൻ സ്പോഞ്ചിഫോം എൻസിഫാലോപ്പതി. വൈറസ് ഉണ്ടാക്കുന്ന സ്മോൾ പോക്സ്, എയ്ഡ്സ്, അതൊക്കെ അറിയാലോ. വൈറോയിഡ് പൊട്ടറ്റോസ് മില്ലിറ്റ്യൂബർ ഡിസീസ്. പ്രിയോൺ ഉണ്ടാക്കുന്ന അസുഖമാണ് മാഡ് കൗ ഡിസീസ്, അല്ലെങ്കിൽ അതിന്റെ വേറെ പേര് ബോവിൻ സ്പോഞ്ചിഫോം എൻസിഫാലോപ്പതി. മനുഷ്യന്മാരിലാണെങ്കിലോ ക്രൂസ്ഫെൽറ്റ് ജേക്കബ് ഡിസീസ്, CR ജേക്കബ് ഡിസീസ് എന്ന് വിളിക്കാം. ഇനി ലൈക്കനിലേക്ക് വരുമ്പോൾ എന്താ മക്കളെ? ലൈക്കനിൽ ആൽഗയും ഉണ്ട്, ഫംഗസും ഉണ്ട്. ലൈക്കനിലെ ആൽഗേനെ വിളിക്കുന്ന പേര് ഫൈക്കോബയോ ഉണ്ട്, ഫംഗസിനെ വിളിക്കുന്ന പേര് മൈക്കോബയോ ഉണ്ട്. എവിടെങ്കിലും പൊല്യൂഷൻ ഉണ്ടെങ്കിൽ അവരവിടെ ജീവിക്കില്ല. പൊല്യൂഷൻ ഉണ്ടെങ്കിൽ അവിടെ ലൈക്കൻ ജീവിക്കില്ല, ചത്തുപോകും. അതുകൊണ്ട് അവരെ വിളിക്കുന്ന പേരാ പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് എന്നാ വിളിക്കുക. ഓക്കെ മക്കളെ, ഇത്രയാണ് നമുക്കിത് പറയാനുള്ളത്. നമുക്ക് കുറെ ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. 2026 നീറ്റിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ക്രൈറ്റീരിയ ഇതിൽ ഏതാണ് അല്ലാത്തതെന്നാട്ട ക്വസ്റ്റ്യൻ. സെൽ സ്ട്രക്ചർ ഉണ്ട്, ബോഡി ഓർഗനൈസേഷൻ ഉണ്ട്, പ്രസൻസ് ഓഫ് ഫ്ലജെല്ലം ഇല്ല, റീപ്രൊഡക്ഷൻ ഉണ്ട്, ഫൈലോജെനറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ ഇതിൽ ഇല്ലാത്തത് ഏതാ? പ്രസൻസ് ഓഫ് ഫ്ലജെല്ലമാണ്. ഓക്കെ, അടുത്ത നോക്ക്. യുഗ്ലിനോയിഡ്സ് എന്താ? യുഗ്ലിനോയിഡ്സ് ലൈറ്റ് കിട്ടിയാൽ ഓട്ടോട്രോഫിക്, ലൈറ്റ് കിട്ടിയില്ലെങ്കിൽ എറ്റോട്രോഫിക്. ഡയനോഫ്ലജലേറ്റ് എന്താ? ഫോട്ടോസിന്തറ്റിക്ക. ഡയനോഫ്ലജലേറ്റ്, ക്രൈസോഫൈറ്റ്സ്, പിന്നെന്താ യുഗ്ലിനോയിഡ്സ്. ഈ 3 പേരും ഫോട്ടോസിന്തറ്റിക്ക. പക്ഷെ യുഗ്ലിന് ഒരു പണിയുണ്ട്, ഫോട്ടോസിന്തസിസ് ചെയ്യും ലൈറ്റ് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അവർ എറ്റോട്രോഫിക് ആയിരിക്കും. സ്ലൈമൗൾഡ് എന്താ മക്കളെ? സാപ്രോഫൈറ്റിക്ക. പ്ലാസ്മോഡിയം എന്താ? പാരസൈറ്റിക്ക. ഓക്കെ, ഇങ്ങനെ ഓർത്താൽ മതി. സ്ലൈമൗൾഡുകൾ എസ്സിലല്ലേ തുടങ്ങുക. സ്ലൈമൗൾഡൊക്കെ സാപ്രോഫൈറ്റിക് ആയിരിക്കും. പിന്നെ ഏതാ? പ്രോട്ടോസോവൻ ആരൊക്കെ ഉണ്ട്? സീലിയേറ്റഡ് ഉണ്ട്, അമീബോയിഡ് ഉണ്ട്, ഫ്ലജലേറ്റ് ഉണ്ട്, സ്പോറോസോവൻ ഉണ്ട്. അവരൊക്കെ എന്താ മക്കളെ? പാരസൈറ്റിക് ആയിരിക്കും. പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞാൽ പ്രോട്ടോസോവൻ, അതിലെ സ്പോറോസോവന്റെ എക്സാമ്പിൾ അല്ലേ പ്ലാസ്മോഡിയം. ആ പ്ലാസ്മോഡിയം അപ്പൊ എന്തിന് എക്സാമ്പിളാ? എന്താണ്? പാരസൈറ്റിക് ആണ്. സ്ലൈമൗൾഡ് സാപ്രോഫൈറ്റിക് ആണ്. പ്രോട്ടോസോവനിൽ ആര് വന്നാലും അവർ പാരസൈറ്റിക് ആണ്. ഓക്കെ, 2024 റീനീറ്റിന്റെ എക്സാമിന്റെ ആണ്. അടുത്ത് നോക്ക് മക്കളെ. മൈക്കോപ്ലാസ്മ ക്യാൻ പാസ് ത്രൂ ലെസ് ദാൻ 1 മൈക്രോമീറ്റർ, 1 ഫിൽട്ടർ സൈസ്. ഒരു ഫിൽട്ടർ പേപ്പർ ഉണ്ട്, ഇതാണ് ഫിൽട്ടർ പേപ്പർ എന്നിരിക്കട്ടെ. ഈ ഫിൽട്ടർ പേപ്പറിലെ ഓരോന്നിന്റെയും സൈസ്, ഓരോ ഹോളിന്റെയും സൈസ്
1 മൈക്രോമീറ്ററിനേക്കാൾ താഴെയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ മൈക്രോപ്ലാസ്മയ്ക്ക് പോകാൻ പറ്റുമോ? പറ്റും. കാരണം എന്താ, മൈക്രോപ്ലാസ്മിന്റെ സൈസ് 0.3 മൈക്രോമീറ്റർ ഉള്ളൂ. 0.3 ഉള്ളൂ. 1 മൈക്രോമീറ്ററിനേക്കാൾ കുറവാണ് മൈക്രോപ്ലാസ്മിന്റെ സൈസ്. അപ്പം ഈ ഫിൽട്ടർ പേപ്പറിന്റെ സൈസ് 1 മൈക്രോമീറ്റർ അല്ലേ? 0.3 ആ മൈക്രോപ്ലാസ്മിന്റെ സൈസ്. അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ ആര് പൊക്കോളും? മൈക്രോപ്ലാസ്മ പൊക്കോളും. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാ. മൈക്രോപ്ലാസ്മ ആർ ബാക്ടീരിയ. മൈക്രോപ്ലാസ്മ ബാക്ടീരിയകളാണ്. ഓക്കെ. വിത്ത് സെൽ വോൾ തെറ്റാണ്. മൈക്രോപ്ലാസ്മയിൽ എന്തില്ല? സെൽ വോൾ ഇല്ല. മൈക്രോപ്ലാസ്മ ആർ ബാക്ടീരിയ അത് വേണേ കറക്റ്റാ. മൈക്രോപ്ലാസ്മിന്റെ ബാക്ടീരിയന്റെ ഒക്കെ സ്വഭാവം ഏകദേശം ഈക്വലാ. പക്ഷെ വിത്ത് സെൽ വോൾ എന്ന് പറഞ്ഞാൽ തെറ്റാ. മൈക്രോപ്ലാസ്മയ്ക്ക് സെൽ വോൾ ഇല്ല. ഓക്സിജൻ ഇല്ലെങ്കിലും ജീവിക്കും. ഇതേതാ മക്കളെ? ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. ഇവിടെ ഫംഗസിന്റെ എക്സാമ്പിൾ നമ്മൾ പറയാൻ വിട്ടുപോയി. അവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഫൈക്കോമൈസിന് എക്സാമ്പിൾ റൈസോപ്പസ്, അൽബ്യൂഗോ, മ്യൂക്കർ. റാം എന്ന് ഓർത്താൽ മതി. റാം. ഇവിടെ എന്താ? ന്യൂറോസ്പോറ, അസ്പെർജിലസ്, കാവിസസ്, പെനിസീലിയം, ഈസിയ, മോറല്, ട്രഫിള് ഒക്കെ ഇതിനകത്ത് വരിക. ന്യൂറോസ്പോറിനാണ് ജനറ്റിക് വർക്കിന് ഉപയോഗിക്കുക. നമ്മൾ ജനറ്റിക് വർക്കിന് ഉപയോഗിക്കുക. ബെസിഡിയോമൈസിസിലാണ് അഗാരിക്കസ്, മഷ്റൂം ആണ്. അസിലാഗോസ്, മട്ടാണ്. പക്സീനിയ, റഷ് ആണ്. അൾട്ടർനേറിയ, ട്രൈക്കോഡർമ, കൾട്ടട്രിക്കം, കാറ്റ് എന്ന് ഓർത്താൽ മതി. ഇത് ഉപ്പാന്ന് ഓർത്താൽ മതി. ഉപ്പാന്ന് ഓർത്താൽ മതി. റാം, ഉപ്പ, കാറ്റ്. ഓക്കെ. അസ്സിലാഗോ ആണ് മക്കളെ സ്മട്ട്. പക്സീനിയാണ് റസ്റ്റ്. അപ്പൊ ഓക്കെ, അസ്സിലാഗോ എന്താ? സ്മട്ടാണ്. ഓക്കെ, ഇത് കറക്റ്റാ. പക്സീനി എന്താ? റസ്റ്റ് ആണ്. അഗാരിക്കസ് എന്താ മക്കളെ? കൂണാണ്. റൈസോപ്പസ് ആണ് ബ്രെഡ് മൗൾഡ്. ബ്രെഡിൽ പൂപ്പൽ ഉണ്ടാക്കുന്നത് റൈസോപ്പസ്. അത് നോക്കി വെച്ചേക്കണേ. അടുത്ത നോക്കാം മക്കളെ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതെനിക്ക് തോന്നുന്നു ഇത് ഏത് കൊല്ലം വന്നേ എനിക്കറിയില്ല. 24, ഇത് 22, അപ്പൊ 25 ആയിരിക്കും കേട്ടോ. 2025 ക്വസ്റ്റ്യനായി നല്ലൊരു ക്വസ്റ്റ്യനാ കേട്ടോ. ഇത് നല്ലൊരു ക്വസ്റ്റ്യനാ. മക്കളൊന്ന് നോക്കിക്കേ. അറേഞ്ച് ഫോളോയിങ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് കോംപ്ലക്സിറ്റി. കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? വൈവിധ്യം. വൈവിധ്യം കൂടുന്നതിനനുസരിച്ച് അറേഞ്ച് ചെയ്യുക. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മൾ ബയോളജി ക്ലാസിഫിക്കേഷന്റെ തുടക്കത്തിലെ കോളം പഠിച്ചില്ലേ? ഈ കോളത്തിന്റെ പ്രത്യേകം എന്താ അറിയാമോ? മൊണീറയിൽ നിന്ന് ആനിമലിലേക്ക് പോകുമ്പോൾ എന്താ? കോംപ്ലക്സിറ്റി കൂടുക ചെയ്യുക. മൊണീറയിൽ ചെറിയ ചെറിയ കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അവിടെ നിന്ന് ആനിമലിലേക്ക് പോകുമ്പോഴോ അവർ കുറച്ചുകൂടെ വൈവിധ്യം കൂടിയ ആൾക്കാരാ. മൊണീറയിൽ നിന്ന് ആനിമലിലേക്ക് പോകുമ്പോൾ കോംപ്ലക്സിറ്റി കൂടുക മക്കളെ ചെയ്യുക. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെച്ചോ. മൊണീറയിൽ നിന്ന് ആനിമലിലേക്ക് പോകുമ്പോൾ എന്താ? കോംപ്ലക്സിറ്റി കൂടുകയാണ് ചെയ്യുക. നിങ്ങൾ ഞങ്ങൾ പറഞ്ഞ കേട്ടോ. ഞാൻ പറയാം കേട്ടോ. ഇതൊരു കിണ്ട്. ഇത് ഏത് കിണ്ടാന്ന് പറ ആദ്യം. മൾട്ടിസെല്ലാർ ആണ്. ഓക്കെ, മൾട്ടിസെല്ലാർ എന്ന് പറയുമ്പോൾ അത് ആര് വരും? ഫംഗസ് മൾട്ടിസെല്ലാറാ, പ്ലാന്റ്സ് മൾട്ടിസെല്ലാറാ, ആനിമൽസ് മൾട്ടിസെല്ലാറാ. എട്ടോട്രോഫ. എട്ടോട്രോഫ് എന്ന് പറഞ്ഞാൽ പ്ലാന്റിനെ കളയാം. പ്ലാന്റ് എന്താ? ഓട്ടോട്രോഫ. ഫംഗസും ആനിമൽസും അല്ലേ എട്ടോട്രോഫ് എന്ന് പറഞ്ഞാൽ. കൈറ്റിൻ സെൽവോൾ. കൈറ്റിൻ സെൽവോൾ എന്ന് പറഞ്ഞാൽ തന്നെ അപ്പൊ തന്നെ ആരുടെ സ്വഭാവമാ? ഇത് ആരുടെ സ്വഭാവമാ? ഇത് ഏത് കിണ്ടത്തെ കുറിച്ചാ പറയണത്? ഫംഗസിനെ കുറിച്ചാ പറയണത് മക്കളെ. അടുത്ത നോക്ക്. എട്രോട്രോഫ് ആണ്. എട്രോട്രോഫ് എന്ന് പറയുമ്പോൾ അത് ആര് വരും? ഫംഗസും പ്ലാന്റും ആനിമൽസും വരും. വിത്ത് ടിഷ്യൂ ഓർഗൻ. ഓർഗൻ സിസ്റ്റം എന്ന് കണ്ടു. ഓർഗൻ സിസ്റ്റം എന്ന് കണ്ടാൽ അത് ആരാ മക്കളെ? ആനിമേലിയ. ഫംഗസിൽ ടിഷ്യൂ മാത്രമേ ഉള്ളൂ. മൊണീറയിലും പ്രോട്ടിസ്റ്റയിലും സെല്ല് മാത്രമേ ഉള്ളൂ. പ്ലാന്റ്സിലെ വരുമ്പോൾ ടിഷ്യൂ ഓർഗനും ഉണ്ട്. ആനിമൽസിൽ മാത്രമേ ഓർഗൻ സിസ്റ്റം ഉള്ളൂ. ഓർഗൻ സിസ്റ്റം അവർക്ക് മാത്രമേ ഉള്ളൂ, ആനിമേലിയ. അടുത്ത് പ്രോകാരിയോട്ട. പ്രോകാരിയോട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നോക്ക്. പോളിസാക്കറൈഡ് അമിനോ ആസിഡ്. അത് ആരുടെ പണിയാ? പ്രോകാരിയോട്ട് ഒറ്റയ്ക്ക് ഉണ്ടത്തുള്ളത് മൊണീറേന്റെ പണിയാ. ഓക്കെ, അടുത്ത് നോക്കിയത് യൂകാരിയോട്ട്. ഓട്ടോട്രോഫ്. യൂകാരിയോട്ട് ആണ്, ഓട്ടോട്രോഫ് ആണ്. ടിഷ്യൂ ഓർഗനുമാണ്. ടിഷ്യൂ ഓർഗൻ മാത്രം ഉള്ളെങ്കിൽ അതാരാ? പ്ലാന്റ്സാ. ടിഷ്യൂ എന്ന് മാത്രമാണെങ്കിൽ ഫംഗസ്. ടിഷ്യൂ ഓർഗൻ ആണെങ്കിൽ പ്ലാന്റ്. ടിഷ്യൂ ഓർഗൻ സിസ്റ്റം എന്നാണെങ്കിൽ ആനിമൽസ്. ഓക്കെ, ഇനി അപ്പോൾ ഏത് കാണുള്ളൂ മക്കളെ? യൂകാരിയോട്ട് വിത്ത് സെല്ലുലാർ. സെല്ലുലാർ എന്ന് പറഞ്ഞാൽ യൂണിസെല്ലുലാർ. ആരാ? യൂകാരിയോട്ട് ആണ്, സെല്ലുലാർ ആണ്. അതാരാ? പ്രോട്ടിസ്റ്റയാണ്. പ്രോട്ടിസ്റ്റ. കണ്ടോ, ഇത് 5 കിണ്ടത്തിന്റെ പ്രത്യേകതകളാണ്. പക്ഷെ നമ്മുടെ ചോദ്യം അതല്ല. ഇൻക്രീസിങ് ഓർഡർ ഓഫ് കോംപ്ലക്സിറ്റി, വൈവിധ്യം കൂടുന്നതിനനുസരിച്ച് എഴുതാൻ. മൊണീറയിൽ നിന്ന് ആനിമേലിയിലേക്ക് പോകുമ്പോൾ, മൊണീറയിൽ നിന്ന് നിങ്ങൾ ആനിമേലിയിലേക്ക് പോകുമ്പോഴാണ് എന്ത് കൂടുക? വൈവിധ്യം കൂടുക, കോംപ്ലക്സിറ്റി കൂടുക. അപ്പൊ കോംപ്ലക്സിറ്റി ഏറ്റവും കുറവാർക്കാ? മൊണീറയ്ക്ക. പിന്നെ കൂടുതൽ ആർക്കാ? പ്രോട്ടിസ്റ്റ. പിന്നെ ഫഞ്ചൈ, പിന്നെ പ്ലാന്റേ, പിന്നെ ആനിമേലിയ. ഇങ്ങനെയാണ് മക്കളെ വൈവിധ്യം കൂടുന്നത്, കോംപ്ലക്സിറ്റി കൂടുന്നത്. അപ്പൊ എങ്ങനെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക? മൊണീറേന്റെ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ 3 വന്നു ഓപ്ഷൻ. പിന്നെ പ്രോട്ടിസ്റ്റയുടെ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ 5 വന്നു. പിന്നെ ഏതാ? ഫംഗസിന്റെ ഓപ്ഷൻ ഏതാ? 1 വന്നു. പിന്നെ പ്ലാന്റേന്റെ ഏതാ മക്കളെ? 4 വന്നു. ലാസ്റ്റ് ആണ് ആനിമേലിയന്റെ 2. ഓക്കെ, ഓർത്താ മതി. മൊണീറയിൽ നിന്ന് ആനിമലിലേക്ക് പോകുമ്പോൾ വൈവിധ്യം കൂടും. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ഓരോ കിണ്ടത്തിന്റെ എന്ന് കണ്ടുപിടിച്ചിട്ട് ഈ ഓർഡറിൽ അങ്ങ് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇത് നല്ലൊരു ക്വസ്റ്റ്യനാ മക്കളെ. നല്ല കൺസെപ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, നമ്മൾ വേഗം പഠിക്കുകയും ചെയ്തു. ഞാൻ വേഗം പറഞ്ഞിട്ടുണ്ട്.
കുറേ പോയിന്റ് പറയാനുള്ളത് അവസാനം തൊണ്ട വേദനിക്കാൻ തുടങ്ങി മക്കളെ. അത്യാവശ്യം ഒരു 5-6 നല്ല ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഓവറായിട്ട് വരില്ല. സ്പോറിന്റെ പേര് മറക്കും. അവിടെ മാത്സ് ഫോളും ചോദിക്കാറുണ്ട്. സ്പോറിന്റെ പേര് വെച്ചുള്ള ചോദ്യം നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു. ഇതേയുള്ളൂ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും പുതിയ അറിവുകൾ എന്തെങ്കിലും കിട്ടിയോ എന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ.